स्वस्ति न इन्द्रो वृद्धस्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। तृतीय मण्डलं प्रथमखण्डं द्वितीयखण्डं നാലഞ്ചിന് മുമ്പ് കഴിഞ്ഞതല്ലേ? നാലെണ്ണം കഴിഞ്ഞുണ്ട്, നാലോ അഞ്ചോ കഴിഞ്ഞു. നാലാമത്തെ സവേദൈവൽ പരമം ബ്രഹ്മധാമ യത്ര വിശ്വം നിഹിതം ഭാതിശുദ്ധം ഉപാസതേ പുരുഷം യേ ഹ്യകാമാസ്തേ ശുക്രമേവ വിവർത്തന്തി ധീരാഃ. കാമാന്യകാമയതേ മന്യമാനഃ സ കാമഭുർജായതേ തത്ര തത്ര പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. നായമാത്മാ പ്രവചനേന ലഭ്യോ മമേധയാ ന ബഹുനാ ശ്രുതേന യമേവൈശ്വരൂപേന ലഭ്യസ്തസ്യേഷാസ്മാദ്വിവൃതേതമേശ്വാം. നായമാത്മാ ബലഹീനേന ലഭ്യോ ന ച പ്രമാദാത് തപസോ വാപ്യലിംഗാത്. ഏതൈരുപായേര്യതദേയസ്തു വിദ്വാൻ കസ്യേഷാത്മാവിശദേ ബ്രഹ്മധാമഃ. നായമാത്മാ ബലഹീനേന ലഭ്യം. ബലഹീനം ഏത് പരിതസ്ഥിതി വന്നാലും അതിൽ ഉറച്ചു നിൽക്കാനുള്ള, നമ്മുടെ മാനസികമായിട്ട് ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രാപ്തിയുണ്ട്. ഇല്ലെങ്കിൽ തെറ്റിപ്പോകരുത്. അപ്പം അങ്ങനെ ബലഹീനത ലഭിക്കാൻ സാധ്യതയുണ്ട്. ബലഹീന ലഭ്യത നേരത്തെ പറഞ്ഞു എങ്ങനെയൊക്കെ കിട്ടുമെന്ന്. ഒരു മന്ത്രത്തിൽ പറഞ്ഞല്ലോ നേരത്തെ. ഇല്ല, അതിനുമുമ്പ് സത്യേന ലഭ്യസ്തപസാ ഹി യേശാത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുദ്ധോ യം പശ്യന്തി യദയ ക്ഷീണദോഷാഃ. അപ്പം സത്യേന നിത്യം ലഭ്യഃ. സത്യവസ്തുവിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രമാണമായിരിക്കുന്ന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യവസ്തു. ആ സത്യവസ്തുവിനെ സത്യേന ലഭ്യ, അതിനുവേണ്ടി തന്നെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് നിത്യം ലഭ്യമാണ്. അത് നല്ലപോലെ പരിശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ലഭിച്ചതായി തോന്നുന്നിരിക്കും. തപസ നിത്യം ലഭ്യ, സമ്യക് ജ്ഞാനേന നിത്യം ലഭ്യ, ബ്രഹ്മചാരേണ നിത്യം ലഭ്യ. ഇങ്ങനെയാണ് ആത്മാവിനെ കാണാം. എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അന്തഃശരീരം തൻ്റെ ഹൃദയത്തിൽ തൻ്റെ സകല അന്ധകരണവൃത്തികളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് വിളക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ആത്മാവിനെ ഈ പറഞ്ഞ സാധനകൾ കൊണ്ട് ലഭിക്കും, അറിയാൻ സാധിക്കും. അല്ലാതെ വെറുതെ ബലഹീനം ലഭിക്കത്തില്ല. കാരണം ഇപ്പം നമ്മൾ 4 നാമം ചോദിച്ചു, അപ്പോൾ നമുക്കൊരു വലിയ വിഷമം വന്നു ചോദിച്ചാൽ എന്തെങ്കിലും ഒരു നമുക്ക് പല വീട്ടിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ട്. അങ്ങനെ പോകും. ഞാൻ 4 നാമം ചോദിച്ചതായിരുന്നു, അപ്പം എനിക്ക് ഈ വിഷമം വന്നല്ലോ എന്ന് ചോദിച്ച് വിട്ടു കളഞ്ഞാൽ അവർക്ക് അതൊരു ബലഹീനത. അപ്പം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഏത് വിപരീത ഘട്ടത്തിലും ആ വസ്തുവിൽ തന്നെ മനസ്സിനെ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ആത്മാവിനെ അറിയാൻ സാധിക്കും. പ്രമാദം തെറ്റിപ്പോവുക. അതായത് നമ്മൾ കുറേ ഈ നമ്മുടെ നമ്മളെ പുരാണത്തിലൊക്കെ പല കഥകളും കേട്ടു. 4 നാമം ചോദിച്ചു കഴിയുമ്പോഴായിരിക്കും ഒരു അപ്സരസ് വരും. നമ്മൾ അങ്ങോട്ട് ഇല്ല, പിന്നെ വലിയൊരു സമ്പത്ത് നമുക്ക് കിട്ടുമെന്ന് പറയും. ഇപ്പം എന്താ 21,000 രൂപ വെച്ച്
15 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു പ്രമാദം, അതിലൊക്കെ വീണ് പോകുന്നതാണ് നമ്മുടെ പ്രമാദം എന്ന് പറയുന്നത്. ലൗകികമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് പതിച്ചു പോയെങ്കിൽ അത് പ്രമാദമാണ്. അവിടെ നിന്ന് ഈ ആത്മാവിനെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നവരെ കാറ്റിൽ വള്ളത്തെ കൊണ്ട് പോകുന്ന പോലെ നമ്മളെ കൊണ്ടങ്ങ് പോകും ഈ വിഷയം. നജപ്രമാദാത് തപസഹ അലിംഗാത് തപസഹ. തപസ് എന്ന് പറയുന്നത് ജ്ഞാനം ഉണ്ടായാലും ആ നേരത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ 4 ശാസ്ത്രങ്ങളും 4 ഉപനിഷത്തുകളും 6 ശാസ്ത്രങ്ങളും എല്ലാം അപരവിദ്യയാണെന്ന് പറയും. അതൊക്കെ അപരാവിദ്യയാണ്. പരാവിദ്യ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ അപരോക്ഷമായി നമ്മൾ അറിയുക, അപരോക്ഷമായി സാക്ഷാത്കരിക്കുക. അതാണ് ശരിയായ പരാവിദ്യ. അപ്പോൾ ആ പരാവിദ്യ കിട്ടണമെങ്കിൽ ലിംഗാത് തപസ്സഹ, തപസ് ജ്ഞാനം ഉണ്ടായിരിക്കണം, വിരക്തിയും ഉണ്ടായിരിക്കണം, പൂർണ്ണമായി എല്ലാ വിഷയങ്ങളിലും വിരക്തിയും ഉണ്ടായിരിക്കണം. രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ഒരു അപരോക്ഷ ജ്ഞാനം ഉണ്ടാവുള്ളൂ, അല്ലേ ഉണ്ടാകത്തുള്ളൂ. ഏതൈരുപായൈ ഏതതേയസ്തു വിദ്വാൻ തസ്യേഷ ആത്മാ വിശദേ ബ്രഹ്മധാമ. അങ്ങനെയുള്ള ആ ഒരു വിദ്വാൻ ഇതുപോലെ പൂർണ്ണ വൈരാഗ്യത്തോടുകൂടി ആ ആത്മാവിനെ അപരോക്ഷമായി സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ലതുപോലെ യത്നിക്കുന്ന ആളിന് വിശദേ ബ്രഹ്മധാമ, അവരാ ബ്രഹ്മധാമത്തെ പ്രവേശിക്കുന്നു. ബ്രഹ്മധാമ എന്ന ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സവേദൈതൽ പരമം ബ്രഹ്മധാമ. ആ പരമം ബ്രഹ്മധാമ, സർവാശ്രയമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപം, അതിനെ അറിയുന്നു. എങ്ങനെയാണ് അതിൻ്റെ പരമം ബ്രഹ്മധാമ അത്രയും മഹത്തായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വിശ്വം നിഹിതം ഭാതി ശുദ്ധം. സകല വിഷയങ്ങളും സകല ദ്വൈത പ്രതീതികളും ഈ ആത്മാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അതാണ് ഏറ്റവും ഇതിനെല്ലാം നമ്മുടെ സൂര്യൻ പ്രകാശിക്കുന്നു. സൂര്യൻ സർവത്ര പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിശേഷ വസ്തു, ഒരു കണ്ണാടി പോലോ അല്ലെങ്കിൽ നല്ല വെള്ളം പോലോ തെളിഞ്ഞ വെള്ളം പോലോ ഒക്കെ തന്നെ അവിടെ കൂടുതൽ പ്രകാശിക്കും. സൂര്യൻ പ്രകാശിക്കുന്നത് സൂര്യന് ഇതിലൊന്നും ഒരു ബന്ധമില്ല. സൂര്യനിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നിർമ്മലമായ വസ്തുക്കളിൽ അത് കൂടുതൽ പ്രതിഫലിക്കും. അതേപോലെ ആത്മാവ് സർവത്ര പ്രകാശിക്കുന്നു. സർവത്ര പ്രകാശിക്കുന്ന ആ ആത്മാവ് നമ്മുടെ അന്ധകരണത്തിൽ വിശേഷാൽ പ്രകാശം. കാരണം അത് സാത്വിക വസ്തുവാണ്. സാത്വികമായതുകൊണ്ട്, സാത്വിക അംശം ചേർന്നുണ്ടായതല്ല അന്ധകരണം, അത് സാത്വിക ആയതുകൊണ്ട് അതിൽ കൂടുതൽ പ്രകാശിക്കുന്നു. അവിടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാം ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളെല്ലാം വെളിവാക്കുന്നത് യാതൊരു ചൈതന്യമാണ്. അതാണ് ബ്രഹ്മം, അതാണ് തൻ്റെ ആത്മാവ് എന്ന് അപരോക്ഷമായി അറിഞ്ഞ് അതിനെ സാക്ഷാത്കരിക്കും. നിർണയിക്കണം. ഒരാണ് കൃതാത്മാവ്. കൃതാത്മാവിന് കൃതമായ ആത്മാവ്, നിർണയിക്കപ്പെട്ട ആത്മസ്വരൂപത്തോടു കൂടിയ തൻ്റെ ആത്മാവ് ഇതാണെന്ന് നിരന്തര സാധനകളുണ്ട്. തൻ്റെ ആത്മാവ് ഇത് തന്നെയാണെന്ന് യാതൊരു സംശയമോ വിപരീത ഭാവനയോ ഒന്നുമില്ലാതെ നിർണയിച്ച ഒരാളാണ് കൃതാത്മാവ്. സംപ്രാപ്യേനം ഋഷയോ ജ്ഞാനതൃപ്താഃ കൃതാത്മാനോ വീതരാഗാ പ്രശാന്താഃ തേ സർവഗം സർവദ പ്രാപ്യ ധീര യുക്താത്മാനഃ സർവമേവാവിശന്തി. സംപ്രാപ്യേനം ഋഷയോ ജ്ഞാനതൃപ്താഃ കൃതാത്മാനോ വീതരാഗാ പ്രശാന്താഃ തേ സർവഗം സർവദ പ്രാപ്യ ധീര യുക്താത്മാനഃ സർവമേവാവിശന്തി. സംപ്രാപ്യ ഏനം ഋഷയഃ ജ്ഞാനതൃപ്താഃ കൃതാത്മാനഃ വീതരാഗാഃ പ്രശാന്താഃ തേ സർവഗം സർവതഃ പ്രാപ്യ ധീരാഃ യുക്താത്മാനഃ സർവം ഏവ ആവിശന്തി. സംപ്രാപ്യേനം സംപ്രാപ്യ, ഈ പറഞ്ഞ ഈ ലക്ഷണത്തോടു കൂടിയ ആത്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് സാക്ഷാത്കരിച്ചിട്ട് ഋഷയഃ ജ്ഞാനതൃപ്താഃ, അങ്ങനെ പ്രാപിക്കുന്നവരാണ് ഋഷികൾ.
ആ ഋഷികൾ ജ്ഞാനതൃപ്താഹ. ഇവർ ജ്ഞാനതൃപ്തം, ഇവർക്ക് വേറൊന്നും വേണ്ട. ആ ജ്ഞാനത്തിലാണ്, ഈ ഒരു അറിവിലാണ്, ഈ ബോധത്തിലാണ് അവരുടെ തൃപ്തി. ആ ജ്ഞാനതൃപ്താഹ കൃതാത്മാനഹ, കൃതമായ ആത്മാവോടുകൂടി തൻ്റെ ആത്മസ്വരൂപത്തെ ഒരു സംശയവുമില്ലാതെ നിർണയിച്ചവർ. കൃതാത്മാനഹ വീതരാഗാഹ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്താണ് രാഗം? എല്ലാം ആത്മസ്വരൂപമാണ് സത്യം, മറ്റുള്ളതെല്ലാം അതിൽ കൽപ്പിച്ചത് മാത്രമാണ്. അല്ലെങ്കിൽ അസ്യ മഹിമാനം, നമ്മൾ നേരത്തെ ഒരു മന്ത്രത്തിൽ പഠിച്ചു. കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അസ്യ മഹിമാനം. ഈശ്വരനും ജീവനും രണ്ടുപേരും ആലിംഗനത്തിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ജീവൻ ഓരോ കർമ്മത്തിൻ്റെയും ഫലം അനുഭവിച്ച് ഇങ്ങനെ ക്ലേശിക്കുക, അവശനായിട്ടിരിക്കുക. എപ്പോഴാണ് ഭഗവാനെ നല്ലതുപോലെ സേവിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ആ ഈശ്വര സ്വരൂപം താൻ യാതൊന്നിൻ്റെ അംശമാണ്, വാസ്തവത്തിൽ അംശയാണ് ഈശ്വരൻ. ബ്രഹ്മമല്ല, ഈശ്വരൻ അംശയാണ്, ജീവൻ അംശമാണ്. ആ അംശയായ ഈശ്വരനെ അറിഞ്ഞിട്ട് അസ്യ മഹിമാനമില്ല, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഭഗവാൻ ആ ഈശ്വരൻ്റെ മഹിമയാണ്, അല്ലാതെ വിശേഷത എന്ന് അറിഞ്ഞിട്ട് അവർ വീതരാഗം, ഒരു വിഷയത്തോടും വലിയ രാഗമില്ലാത്തവരായിത്തീരും. വിഗതമായ രാഗമാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ വൈരാഗ്യം എന്ന് പറയുന്നത് നല്ല അവരോട് ഭയങ്കര ദേഷ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെയല്ല, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതമായ രാഗത്തിൻ്റെ ഭാവം. അതായത് രാഗമില്ല, അതിനോട് മമതയില്ല. അപ്പം നമുക്ക് നമുക്കിഷ്ടമുള്ള ഒരു വസ്തുവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിനൊരു അലിവ് വരും. അതാണ് രാഗം. ആ രാഗമില്ലാതെ ഒരു രാഗവും ഒന്നിനോടുമില്ല. രാഗം ആ ആത്മസ്വരൂപത്തിൽ മാത്രമാണ്. ആത്മരതി താത്മാനോ വീതരാഗാഹ പ്രശാന്താഹ. അവർ പ്രശാന്തന്മാരാകുന്നു, പ്രകർഷേണ ശാന്തന്മാരാകുന്നത്. അതായത് യാതൊരുവിധ അവരുടെ മനസ്സങ്ങനെ ക്ഷോഭിക്കാതെ ശാന്തമായിട്ടിരിക്കുന്നു. തം സർവകം സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. സർവത്തിനെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നതല്ല, അല്ലാതെ ഈ പ്രപഞ്ചത്തെ വെച്ചുകൊണ്ടല്ല. പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന, പ്രപഞ്ചത്തെ വിളക്കുന്ന ആ ഭാവത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സർവകൈ കാണുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ആ ഈശ്വരൻ മാത്രമാണ്. പൂർണ്ണമിതം എന്ന് പറയുന്നത് എല്ലാം ആത്മഭാവത്തിൽ ആത്മചൈതന്യത്തിൽ തെളിയുന്നതാണ് ഈ വസ്തുക്കളെല്ലാം. സർവത്ര നിറഞ്ഞിരിക്കുക. ഒരു ആത്മജ്ഞാനി ഒരു വിഷയത്തെയല്ല കാണുന്ന, വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മചൈതന്യത്തെ അറിയും. അപ്പം ആ സർവകം, അതുകൊണ്ട് സർവത്തെയും ഗമിച്ചതെന്നാണ് സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. സർവത പ്രാപ്യ, എവിടെ നോക്കിയാലും ആ ബ്രഹ്മസ്വരൂപം മാത്രമേ അവർക്ക് കാണാനുള്ളൂ. സർവത പ്രാപ്യ ധീരാഹ. അതിന് ധൈര്യം വേണം. ഇത് ശരിയല്ല, ഇത് വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൗകികമായിട്ട് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം വേണം. ഇത് വേണ്ട എന്ന് വയ്ക്കണമെങ്കിലേ, അല്ല വെറുതെ ഒരാൾക്ക് അങ്ങോട്ട് കയറി ഇത് വേണ്ട. നമ്മളിപ്പം വല്ല എന്തെങ്കിലും മത്സരം കൊണ്ട് ഇത് വേണ്ട എന്ന് വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ അത് ശാരം കിട്ടിയിരുന്നേൽ ഇങ്ങനെ വിചാരിച്ച് പിന്നെ അത് ചെന്നു. പ്രാപ്യ ധീരാഹ യുക്താത്മാനഹ. യുക്തമായ ആത്മാവ്, അതായത് എപ്പോഴും ആ യോഗാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരും. യുക്തമായ ആത്മാന ഇവിടെ അന്ധകരണം. അപ്പോൾ യുക്തമായ അന്ധകരണത്തോടു കൂടിയവരും, ആ ആത്മസ്വരൂപത്തെ തന്നെ ചിന്തിക്കുന്നവരും. സർവമേവ ആവശ്യന്തി, എല്ലാത്തിനും. അതായത് എങ്ങും പോകാനുമില്ല, വരാനുമില്ല. അപ്പോൾ സർവമേവ ആവശ്യന്തി. ഇവരുടെ എപ്പോഴാണോ നമ്മുടെ പ്രാരബ്ധം, ഒരു പ്രാരബ്ധം ആണല്ലോ ശരീരാരംഭത്തിന് കാരണം. ഈ ശരീരാരംഭത്തിന് കാരണമായ കർമ്മം, പ്രാരബ്ധ കർമ്മം എപ്പോൾ തീരുന്നു അപ്പം നമ്മുടെ ശരീരം പതിക്കും. അപ്പോൾ ആ പരിധിക്കുന്നതിന് മുമ്പേ നമ്മൾ പിന്നെ ഇഷ്ടംപോലെ സമ്പാദിക്കും. അപ്പോൾ എത്രമാത്രം നമ്മുടെ കർമ്മങ്ങൾ അനുഭവിച്ച് തീരുന്നു, ഈ ശരീരത്തിന് കാരണമായ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുന്നു, അപ്പോൾ തീർച്ചയായിട്ടും ശരീരം പതിക്കും. പക്ഷേ നമ്മൾ അതിനു മുമ്പ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അനേകം പിന്നെയും ഈ സമ്പാദിക്കുന്നുണ്ട് ആ കർമ്മങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കാം. അങ്ങനെയാണ് പിന്നെയും ജനിക്കുന്നത്. അങ്ങനെ ഇവർക്ക് അതൊന്നുമില്ല. എല്ലായിടവും ബ്രഹ്മ മാത്രം, ജ്ഞാനമയം.
അതുകൊണ്ടുണ്ട് സർവമേവ ആവിശന്തി. അവരുടെ ശരീരം പതിച്ചു കഴിഞ്ഞാൽ സർവത്തെയും ആവിശന്തി പ്രവേശിക്കും, ബ്രഹ്മസ്വരൂപമായി തീരും എന്നർത്ഥം. സംപ്രാപ്യേനം ഋഷയോ ജ്ഞാനതൃപ്താഃ കൃതാത്മാനോ വീതരാഗാ പ്രശാന്താഃ തേ സർവ്വദം സർവദഃ പ്രാപ്യ ധീരാഃ കൃതാത്മാനഃ സർവമേവാവിശന്തി. സംപ്രാപ്യ സമവഗമ്യ, പ്രാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് പ്രാപിക്കുക എന്നുള്ളത്, അവഗമ്യ നല്ലതുപോലെ അറിഞ്ഞിട്ട് നല്ലപോലെ മനസ്സിലാക്കി ഒരു സംശയമോ വിപരീത ഭാവനയോ ഇല്ലാതെ ആ വിഷയത്തെ നിർണയിച്ചിട്ട് സംപ്രാപ്യ സമവഗമ്യ ഏനം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഇത്രയും നേരം ആത്മാവിൻ്റെ ലക്ഷണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ ആത്മാവിനെ പ്രാപിച്ചിട്ട് ഋഷയ ദർശനബന്ധ, ഋഷയ ആ വിഷയത്തെ അപരോക്ഷമായിട്ട് അറിഞ്ഞവർ, ദർശനബന്ധ തസ്യ തേന ഏവ ജ്ഞാനേന തൃപ്താഹ. അവർ ജ്ഞാനം കൊണ്ടാണ് തൃപ്തിയായിരിക്കുന്നത്. അപ്പോൾ മറ്റേ നമുക്ക് ജ്ഞാനം ഒഴിച്ച് എന്ത് കിട്ടി, സദ്യ നടത്തുന്ന കാര്യം പറയുമ്പോൾ ആളുകൾ പറയും സദ്യ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ആഹാരം കൊടുത്താൽ തൃപ്തിയുണ്ട്, വിശപ്പ് പോയി തൃപ്തിയാകും. പക്ഷേ പിന്നെയും വിശപ്പ്. അതേസമയം ജ്ഞാനം ലഭിച്ചാലോ, ആ ജ്ഞാനിയായി തീർന്നാൽ പിന്നെ അവർക്ക് ഒരിക്കലും ജ്ഞാനദാഹം ഉണ്ടാകുന്നില്ല, അവർക്ക് തൃപ്തിയായി, പിന്നെ അതൃപ്തിയില്ല. ഇനി ആഹാരം കിട്ടിയില്ലേലും തൃപ്തിയില്ല. ഈ ഇദ്ദേഹത്തെ പോലൊക്കെ ശ്രീധുവിനെ പോലെ അല്ലേ, ഭാഗവതത്തിലൊരാളുണ്ടല്ലോ ഈ അവധൂതനായിട്ട് നടന്നത്, അല്ല ജഡഭരതൻ ഇങ്ങനെ നടക്കും. ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും. ചിലപ്പം പഴമീനിയൊക്കെ കൊടുക്കും, ചിലപ്പോൾ പശുവിന് വെച്ചിരിക്കുന്ന സാധനമൊക്കെ കൊടുക്കും എന്നൊക്കെ ഇതിലുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്താലും അദ്ദേഹം കഴിക്കും, കിട്ടിയില്ലല്ലോ കഴിക്കത്തില്ല, അങ്ങനെ നടക്കും. അതാണ് ഒരു ജ്ഞാനേന തൃപ്താഹ ന ബാഹ്യേന തൃപ്തിസാധനേന കാരണേന ബാഹ്യേന ശരീരോപചയകാരണേന. ശരീരത്തെ പോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ പലതും ഉണ്ടല്ലോ, അതിലാണ് നമുക്ക് തൃപ്തി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തൃപ്തിയല്ല ജ്ഞാനിക്കുള്ളത്. ജ്ഞാനിക്ക് ഇതുകൊണ്ടൊരു തൃപ്തിയുമില്ല. കൃതാത്മാനഃ പരമാത്മസ്വരൂപേണൈവ നിഷ്പന്നാത്മാനഃ. പരമാത്മസ്വരൂപമായിട്ട് തന്നെ നിഷ്പന്ന ആത്മാനഃ, തൻ്റെ ആത്മാവിനെ നിർണയിച്ചത്. പരമാത്മസ്വരൂപമായിട്ട് നമ്മൾ ഈ എന്തിനും നമുക്കൊരറിവുണ്ടല്ലോ, അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അറിയുന്നുണ്ടല്ലോ, ഞാനറിയുന്നു എന്നാണ് അറിയുന്നത്. അപ്പം നമ്മൾ വിചാരം എന്താ, ഞാനറിയുന്നു. അപ്പം സാധാരണ ഒരാൾ വിചാരിക്കും ഞാനെന്ന് പറയുന്നത് ശരീരമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, അല്ല അന്ധകരണത്തിൽ ഇരിക്കുന്ന ഒരു ചൈതന്യമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഒന്നുമല്ല, ഈ കാണുന്നതെല്ലാം ഈ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ഈ ഞാനല്ല ബ്രഹ്മം, പിന്നെയോ ജ്ഞാനത്തിൻ്റെ ഈ ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് ബ്രഹ്മം. നമ്മൾ നമ്മുടെ അറിവിന് ഞാനെന്നുള്ള ഒരു എന്താണെന്നറിയാൻ ആലോചിക്കുമ്പോൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും ഇത് ഞാനാണോ എന്ന് അടുത്ത വ്യക്തമായിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഓരോന്നിനെയും അപഗ്രഥിച്ച് ഇപ്പം ഞാൻ ബ്രഹ്മമായിരുന്നെങ്കിൽ ബ്രഹ്മം ഒരിക്കലും ഇല്ലാതെ വരുന്നില്ല, എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉറങ്ങുമ്പം ഞാനെന്നുള്ള അനുഭവം നമുക്കുണ്ടാകുന്നില്ലല്ലോ, അന്ധകരണ വൃത്തി ഉണ്ടാകുന്നില്ലല്ലോ, ഞാനെന്നൊരു അഹങ്കാര വൃത്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ബ്രഹ്മമല്ല. അപ്പോൾ പിന്നെന്താണ് ബ്രഹ്മം? അങ്ങനെ അന്വേഷിച്ചാണ് ബ്രഹ്മസ്വരൂപത്തെ നിർണ്ണയിക്കേണ്ടത്. അങ്ങനെ നിർണ്ണയിച്ച കൃതാത്മാന, അങ്ങനെ അനേക പ്രക്രിയകളിൽ കൂടി ചിന്തിച്ച് ആ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കുക. അതാണ് പരമാത്മസ്വരൂപേണൈവ നിഷ്പന്നമാനഃ സന്തഃ. അങ്ങനെ നിർണയിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ആത്മസ്വരൂപത്തെ ഇതാണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീതരാഗാദി ദോഷാഹ, അവർക്ക് രാഗദ്വേഷ മുതലായ ഈ 6 ദോഷങ്ങളെക്കുറിച്ചാണ്, ഷഡ്വൈര്യം, അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരിക്കത്തില്ല. പ്രശാന്തന്മാരായിരിക്കും. ഉപരതേന്ദ്രിയ, അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപരമിച്ചിരിക്കും. അപ്പോൾ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉപരമിച്ച് ആത്മാവിൽ തന്നെ രമിക്കുന്നവരായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരാളിന് പിന്നെ ദ്വൈതമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചർച്ചാ വിഷയമാണ് അതൊക്കെ.
ദ്വൈതം നമ്മുടെ ശരീരം നിലനിൽക്കുന്നു എങ്കിൽ നമുക്ക് പ്രാരബ്ധമുണ്ട്. പ്രാരബ്ധം തീർന്നിട്ടില്ല. അപ്പോൾ ആ പ്രാരബ്ധം അനുഭവിക്കണമെങ്കിൽ ദ്വൈതം വേണം, ഇല്ലാതെ അങ്ങനെ പ്രാരബ്ധം അനുഭവിക്കും. അപ്പോൾ അവർ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. ആ കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ ഇത് പറയും, നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം നമ്മെ ഒന്ന് എന്താ നമ്മെ ഒന്ന് അംഗീകരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് കിട്ടും. ചീത്ത ഫലമാണെങ്കിൽ നമ്മളെ ദോഷിക്കുന്നവർക്കും കിട്ടും എന്നാണ് വായിച്ചിട്ടുള്ളത്. അപ്പം പ്രശാന്താഹ ഉപരതേന്ദ്രിയാഹ. ഈ ശ്രീകൃഷ്ണനെക്കുറിച്ച് കഥയുണ്ട്. ശ്രീകൃഷ്ണനെ കുറിച്ചല്ല, ഒരു നദി കിടക്കണം, ഈ യമുന കിടക്കണം. യമുന കിടക്കാൻ വേണ്ടി കുറേ കുറേ പേരും അങ്ങോട്ട് പോവുക. അപ്പോൾ എങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോഴങ്ങ് വെള്ളം അവിടെ നിറഞ്ഞങ്ങ് പോകും. മഴ കുറയുമ്പം വെള്ളവും കുറയും. എങ്ങനെയാണ് ഇത് യമുനയുടെ ഇത്? ഇപ്പം വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകുക. അപ്പോൾ എങ്ങനെ അക്കരെ പോകും? ആ അക്കരെ ദുർവാസാവ് ഇരിപ്പുണ്ട്. ദുർവാസാവിന് ആഹാരം കൊണ്ട് കൊടുക്കണം, അതിനപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കിടക്കാൻ വിഷമിച്ച് അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, ബ്രഹ്മചാരിയായ കൃഷ്ണൻ പറയുന്നു വഴി മാറിക്കൊടുക്കണം, യമുനയോട് വഴി മാറിക്കൊടുക്കണം. അപ്പോൾ ഇവർ വിചാരിച്ചു ഞങ്ങളുടെ കൂടെയൊക്കെ എപ്പോഴും ഇങ്ങനെ സഹകരിച്ച് നടക്കുന്ന ആളാണ് കൃഷ്ണൻ. കൃഷ്ണൻ പറഞ്ഞു എന്ന് ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിച്ചു, എങ്ങനെ ഈ പുഴ കിടക്കാൻ പറ്റും എന്നൊക്കെ. എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലേ, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെന്നാൽ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായത് വഴി കിട്ടി. എങ്ങനെ അല്ല ഇങ്ങനെ മാറി വഴി കൊടുത്തു. അവിടെ ചെന്ന് ആഹാരമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് തൃപ്തിയായി തിരിച്ചു വരണ്ടേ. അപ്പം തിരിച്ചെങ്ങനെ പോകും? അപ്പോൾ ദുർവാസാവിനോട് ചോദിച്ചാൽ എങ്ങനെ ഞങ്ങൾ അപ്പുറം കിടക്കുന്നു? അപ്പോൾ നിരാഹാരിയായ ദുർവാസാവ് പറയുന്നു വഴി കൊടുക്കണം. അപ്പോൾ ഇത്രയും കൊണ്ടോ എത്രയും പേര് കൊണ്ടേന്നും എല്ലാം തിന്നിട്ടിരിക്കും. അപ്പം പറഞ്ഞു അതായാലും ഇടുമെന്ന് പറഞ്ഞു. ഉടനെ ഗംഗ വഴി കൊടുത്തു. അവർ ഇപ്പറേ വന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല സംഗതി, അവരുടെ മാനസികമായ ഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം എപ്പോഴും ആത്മബോധത്തിൽ തന്നെ ഇരിക്കുന്ന ഒരാളിന് കഴിച്ചോ കിട്ടുമെങ്കിൽ കഴിക്കും, കിട്ടിയില്ല കഴിക്കത്തില്ല. അവർക്ക് കഴിപ്പെന്നുള്ള ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനനിഷ്ഠ കൊണ്ട് അദ്ദേഹം ജ്ഞാനിയാണ്. അപ്പം നിരാഹാരിയാണ്. ആത്മാവാഹാരം കഴിക്കുന്നത് നിരാഹാരിയാണ്. പറഞ്ഞാൽ ഉപരതേന്ദ്രിയാഹ പ്രശാന്താഹ. അവർ ഉപരതേന്ദ്രിയന്മാർക്ക് ഇവരെ ഒരുപാട് പ്രവർത്തിക്കുന്നത് പോലെ തോന്നുമെങ്കിലും അവർ ശരിക്കും ജ്ഞാനനിഷ്ഠന്മാരാണ്. പ്രവൃത്തി എന്നുള്ളത് അസ്യമഭിമാനം, തൻ്റെ കർമ്മഫലം കൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നവർ മനസ്സിലാക്കും. തേ ഏവം ഭൂതാഹ സർവകം സർവവ്യാപിനം ആകാശവൽ സർവത്ര പ്രാപ്യ. അങ്ങനെയുള്ള ജ്ഞാനികൾ സർവത്ര ഗമിച്ചിരിക്കുന്നവരെ, സർവവ്യാപിയായി ആകാശവൽ ആകാശം പോലെ. ആകാശത്തിലാണോ പ്രപഞ്ചം നിലനിൽക്കുന്നത്? ഇതിനധിഷ്ഠാനം ആകാശമാണ്. ആകാശത്തിന് അധിഷ്ഠാനം ചിതാകാശമാണ്. അപ്പം ചിത്താകാശം, ഈ ഭൗതികമായ ആകാശം അതിനധിഷ്ഠാനം ചിത്താകാശം, അതിനധിഷ്ഠാനം ചിതാകാശം. അപ്പം ഈ ആകാശം, ഈ ഭൗതിക വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് ആകാശത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ശരീരം നമ്മൾ മനസ്സിൽ കാണുന്നതെല്ലാം നമ്മുടെ ചിത്താകാശത്തിലാണ്. ചിത്താകാശത്തെ ആരാണ് ചേതനവത്താക്കുന്നത്? അത് ചിതാകാശമാണ്. അങ്ങനെ സർവത്ര പ്രാപ്യ എല്ലാം തന്നെ ആ ഈശ്വര സ്വരൂപമായിട്ട്, ബ്രഹ്മസ്വരൂപമായിട്ട് അറിയുന്ന ആൾ ഉപാധി പരിച്ഛിന്നേന ഏകദേശേന, ഒരു ഉപാധി പരിച്ഛിന്നമായി ഏകദേശത്തിൽ, അത് ഒരു സ്ഥലത്ത്. അപ്പോൾ ഒരാളെ കാണുന്നു, ഈ പാത്രം കാണുന്നു, അതവിടെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ അതവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ അന്ധകരണ വൃത്തിയല്ലേ. എൻ്റെ കണ്ണവിടെ ചെന്ന് അതിനെ കൊണ്ട് നമ്മുടെ മനസ്സിൽ കൊടുത്തില്ലെങ്കിൽ അതുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ അന്ധകരണ വൃത്തിയെ പ്രകാശിപ്പിച്ചത് ആരാണ്? ആ ബ്രഹ്മചൈതന്യമാണ്. അതല്ലേ അറിവ് എന്നാണല്ലോ അതിനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പം അറിവായിട്ടാണ് അതിനെ അറിയുന്നത്. ദൃശ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആ ദൃക്കായിരിക്കുന്ന ചൈതന്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് തൻ്റെ സ്വരൂപം അറിയുക. അങ്ങനെ ഉപാധി പരിച്ഛിന്നേന ഏകദേശേന, ഒരു ദേശത്തിലിരിക്കുന്ന ഉപാധിയോടുകൂടിയ വസ്തുവായിട്ടല്ല കാണുന്നത്.
കിം തർഹി തദ് ബ്രഹ്മൈവാദ്വയം ആത്മത്വേന പ്രതിപദ്യ. അവർ തദ് ബ്രഹ്മ, ആ ബ്രഹ്മത്തെ തന്നെ അദ്വയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ആത്മത്വേന പ്രതിപദ്യ, അതായത് സർവത്തെയും വിളക്കുന്ന ആ തൻ്റെ യഥാർത്ഥ സ്വരൂപം അത് ബ്രഹ്മം തന്നെയാണ് എന്ന് നിർണയിച്ചിട്ട്, പ്രതിപദ്യ പ്രാപിച്ചിട്ട്, അതായത് നിർണയിച്ചിട്ട്, ധീരാഹ അത്യന്ത വിവേകിനഃ യുക്താത്മാനഃ നിത്യസമാഹിത സ്വഭാവാഃ, അവരുടെ മനസ്സങ്ങനെ വെളിയിലേക്ക് പോകുന്നില്ല, എപ്പോഴും സമാഹിതമായിട്ട്, അതായത് എല്ലാ വിഷയങ്ങളിലും ഉപരമിച്ച് ആത്മാവിൽ തന്നെ നിൽക്കുന്ന മനസ്സായിരിക്കും അവരുടെ സ്വഭാവഃ. സർവമേവ സമസ്തം ശരീരപാതകാലേ അപി ആവിശന്തി, ശരീരപാതകാലത്തിൽ തന്നെ നമ്മുടെ ശരീരം ഇപ്പം മറ്റേ നമ്മൾ പറയുന്ന ജീവന് ഗതിയുണ്ടല്ലോ, ജീവന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സൂര്യനിൽ ചെന്നു, സൂര്യനിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങനെ ബ്രഹ്മലോകത്തിൽ ചെന്നു, ഇങ്ങനെ പല ഗതികളുണ്ട്, പല ലോകത്തിലേക്കാണല്ലോ ഇപ്പോൾ പല ജീവന്മാർ പോകുന്നത്. അങ്ങനെയുള്ള ഗതിയൊന്നുമില്ല. ശരീരപാതകാലത്തിൽ തന്നെ സമസ്തം ആവിശന്തി, എല്ലാത്തിനെയും ആവേശിക്കും, എല്ലാത്തിനെയും പ്രാപിക്കുന്നു, എല്ലാത്തിനെയും പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ളതില്ല ഇവിടെ, അദ്വയമാണ്. അതുകൊണ്ട് ആ അദ്വയമായ ആ സ്വരൂപത്തിൽ തന്നെ എത്തുന്നു. എങ്ങനെയെന്നാൽ പിന്നെ ഘടാകാശവത് അവിദ്യാകൃതോപാധി പരിച്ഛേദം ജഹാതി. ഘടാകാശവത് അവിദ്യാകൃത ഉപാധി പരിച്ഛേദം ജഹാതി. ഘടാകാശവത് ഒരു കുടമിരിക്കുന്നു, ആ കുടത്തിൻ്റെ അകത്ത് ഒരാകാശമുണ്ട്. ആ കുടത്തിൻ്റെ ആകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുടം കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. വെള്ളം കോരാം, ഇതൊക്കെ ചെയ്യാം, വല്ലതൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ കടത്തിന് വ്യാവഹാരികമായിട്ട് പല ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഉപകരിക്കുന്നത് എന്താണ്? അതിൻ്റെ മണ്ണ് ഭാഗമല്ലല്ലോ ഉപകരിക്കുന്നത്, അതിലിരിക്കുന്ന ആകാശമല്ലേ നമുക്ക് ഉപകരിക്കും. അപ്പം ഈ ആകാശം ഈ കടം ഇരിക്കുന്നിടത്ത്, കടത്തിൻ്റെ അകത്തുമുണ്ട്. ഈ കടം എന്ന് പറഞ്ഞാൽ മണ്ണിരിക്കുന്നത് ഇവിടെ ആകാശത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെ പുറത്തെന്താ? അതും ആകാശമാണ്. സർവത്ര ആകാശം മാത്രമാണ്. അപ്പോൾ ഈ കടത്തിലെ മണ്ണങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സമഷ്ടി ആകാശവും ഈ കടത്തിലിരിക്കുന്ന ആകാശവും തമ്മിലൊരു ഭേദവുമില്ല. അതിന് പ്രത്യേകം ഒന്നും കൊണ്ടുവരാനും ഇല്ല, കൊണ്ടുപോകാനും ഇല്ല. നമ്മൾ ഈ കടമെടുത്ത് മാറ്റുകയും വേണ്ട, മണ്ണെടുത്ത് മാറ്റുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ആ കടം അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സർവത്ര ആകാശം മാത്രമായി പിടിക്കും. അതേപോലെ നമ്മുടെ അന്ധകരണത്തിൽ ഇങ്ങനെ പ്രകാശിക്കുന്നു ആ ചൈതന്യം. അന്ധകരണം, നമ്മുടെ അന്ധകരണത്തെ നിലനിർത്തുന്നത് കർമ്മമാണല്ലോ. കർമ്മമില്ലെങ്കിൽ എന്താ? അതിന് ഇരിക്കാൻ സ്ഥലമില്ല. കർമ്മമില്ലെങ്കിൽ അന്ധകരണത്തിൽ ഇങ്ങനെ 5 കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. അത് പിന്നെ ആയിപ്പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലോ അവിടെ ആ അറിവ് മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അതിനൊക്കെ എന്ത് സംഭവിക്കുമെന്ന് പിന്നെ അടുത്തതിൽ പറയും, ഈ അന്ധകരണത്തിനൊക്കെ. അങ്ങനെ പിന്നെ ഘടാകാശവത് അവിദ്യാകൃത ഉപാധി പരിച്ഛേദം ജഹാതി. അവർ മരിക്കുമ്പോൾ എപ്പോഴാണ് അവരുടെ കർമ്മം തീരുന്നത്? ആ കർമ്മ അവസാനത്തിൽ അവർ ആ ശരീരം ഉപേക്ഷിക്കുന്നു. ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ജ്ഞാനി എങ്ങനെയാണോ ഘടം പൊട്ടി ആകാശം മാത്രമായി തീരുന്നു, അതേപോലെ ഈ ജ്ഞാനി തൻ്റെ അന്ധകരണത്തെ വിട്ട് ആ ജ്ഞാനമാത്രമായി തീരുന്നു. പിന്നെ ഘടാകാശവത് അവിദ്യാകൃത ഉപാധി പരിച്ഛേദം ജഹാതി. ഏവം ബ്രഹ്മവിദഃ ബ്രഹ്മധാമ പ്രവിശന്തി. ഇങ്ങനെയാണ് ബ്രഹ്മധാമത്തെ പ്രവേശിക്കുന്നത്. അതായത് ഇങ്ങനെ തപസ് ചെയ്ത് പൂർണ്ണനിഷ്ഠയോടുകൂടി, വൈരാഗ്യത്തോടുകൂടി, തീവ്ര വൈരാഗ്യത്തോടുകൂടി തപസ് ചെയ്ത് ആ ബ്രഹ്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കും. ഇവരുടെ കർമ്മമെല്ലാം അറ്റും. കർമ്മമെല്ലാം തീർന്നു കഴിഞ്ഞാലും പ്രാരബ്ധം, ഇനി അടുത്ത മന്ത്രത്തിലത് പറയും, പ്രാരബ്ധ കർമ്മം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ നിവർത്തിയില്ല. അപ്പം ജീവിച്ചിരിക്കുമ്പോഴും കുറേ കർമ്മമൊക്കെ ചെയ്യേണ്ടി വരും. കർമ്മം ചെയ്യുന്നത് കർത്തൃ അഭിമാനമില്ലാത്തത് കൊണ്ട് കർമ്മം നമ്മളെ ബാധിക്കും. കർമ്മം ജ്ഞാനിയെ ബാധിക്കുന്നില്ല. അവരുടെ പ്രാരബ്ധ കർമ്മഫലം തീരുമ്പോൾ ഘടാകാശം സമഷ്ടി ആകാശത്തിൽ വിലയിക്കുന്നത് പോലെ ഈ ജ്ഞാനി ആ പരബ്രഹ്മത്തിൽ ഏകമായി ഭവിക്കും. അതാണ് വിശദേ ബ്രഹ്മധാമ. എങ്ങോട്ടും പോകുന്നില്ല. വിശദയെന്ന് പറഞ്ഞാൽ പ്രവേശിക്കും. പക്ഷെ പ്രവേശിക്കാനെങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു അവിടെ തന്നെ അവരുടെ ആ
എല്ലാം അസ്തമിച്ച് പരമാത്മാവും ഈ ജീവാത്മാവും ഒന്നായിത്തീരുന്നു. ഒന്നായി തീരാനൊന്നുമില്ല, ഒന്നായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഘടാകാശം മഠാകാശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അത് ആകാശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വ്യാവഹാരികമായി നമ്മളൊരു വ്യത്യാസം വേണം. ആ വ്യാവഹാരികമായി നമുക്കിത് വന്നു ചേർന്ന ഒരു എങ്ങനെയോ എപ്പോഴോ വന്നു ചേർന്ന ഒരു ബോധമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഇല്ലാതാകും. ഞാൻ ഉപാധി ഇല്ലാതായിട്ട് ആ ബ്രഹ്മധാമത്തെ പ്രാപിക്കുന്നു. വിശദേ ബ്രഹ്മധാമ നായമാത്മാ ബലഹീനേന ലഭ്യോ സംപ്രാപ്യേന വിഷയോ ജ്ഞാനതൃപ്താഃ കൃതാത്മാനോ വീതരാഗാപ്തശാന്താഃ തേ സർവഗം സർവതഃ പ്രാപ്യ ധീരാഃ യുക്താത്മാനഃ സർവമേവാവശിഷ്യന്തി. വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗാദ്യതയഃ ശുദ്ധതത്വാഃ ശുദ്ധസത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഃ പരിമുച്യന്തി സർവേ. വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗാദ്യതയഃ ശുദ്ധതത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഃ പരിമുച്യന്തി സർവേ. വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗാത് യതയഃ ശുദ്ധസത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഃ പരിമുച്യന്തി സർവേ. വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിർണയിച്ചിരിക്കുന്ന അർത്ഥം എന്നാണ് വേദാന്തം. അന്തം എന്ന് പറഞ്ഞാൽ നിർണയം, അന്തം. അന്തോസ്ത്രീ നിശ്ചയോ നാശയം. നിശ്ചയം എന്നും അർത്ഥമുണ്ട്, നാശം എന്നും അർത്ഥമുണ്ട് അന്തം. അപ്പം അങ്ങനെ രണ്ടർത്ഥമുണ്ട്. അത് സ്ത്രീലിംഗത്തിൽ വരത്തേയില്ല, പുല്ലിംഗമോ പുംസലിംഗമോ ആയിരിക്കും എപ്പോഴും. അപ്പം വേദാന്തം, അങ്ങനെയുള്ള വേദാന്തം ഈ വേദങ്ങളിൽ ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ടും യാതൊന്നിനെയാണോ നിർണയിച്ചിരിക്കുന്നത്, ആ നിർണയത്തെ അറിഞ്ഞതാണ് വേദാന്ത വിജ്ഞാനം. ഈ വേദാന്ത നിർണയമായിരിക്കുന്ന പരബ്രഹ്മത്തെ അറിയുക, അതാണ് വേദാന്ത വിജ്ഞാനം. സുനിശ്ചിതാർത്ഥാഃ, അതിൻ്റെ സുനിശ്ചിതമായ അർത്ഥം എന്താണ്? തൻ്റെ ആത്മാവും ഈ ബ്രഹ്മസ്വരൂപവും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയല്ല, അത് തന്നെയാണിത്, ഇവിടെ മാറ്റമില്ല. ഇതിൻ്റെ വേദാന്ത വിജ്ഞാനത്തിൻ്റെ ചുരുക്കം, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു, ഞാൻ ബ്രഹ്മസ്വരൂപം തന്നെ. ഞാനെന്ന് പറയുന്നത് ഇതൊന്നും തന്നെയല്ല, ബ്രഹ്മമാകുന്നു ഞാൻ. ആ ബ്രഹ്മത്തിൻ്റെ പ്രജ്ഞാനാംശപ്രധാനൈഹി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മത്തിൻ്റെ പ്രജ്ഞാന അംശപ്രധാന അതിൻ്റെ രശ്മികളാണ് നമ്മളീ കാണുന്ന. ഞാൻ അറിഞ്ഞു എന്ന് കാണുന്നതല്ല, അതുതന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ നിശ്ചിതമായ അർത്ഥം. അപ്പം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഃ, വേദാന്ത വിജ്ഞാനം കൊണ്ട് നിശ്ചയിച്ച ആത്മസ്വരൂപം. സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാണ്. അവരെങ്ങനെയാണ്? സന്യാസയോഗാത്. ഈ എന്ത് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം സന്യാസയോഗം. അതായത് വിഷയങ്ങളിൽ വിരക്തിയില്ലാതെ ഒരിക്കലും ഈ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് രണ്ടും ഇരുട്ടും വെളിച്ചവും പോലെയാണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരിടത്തല്ലേ ഇരിക്കാൻ പറ്റും ഒരാൾക്ക്. അവിടെ ഇരിക്കുന്ന ആൾ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കുന്ന ആൾ ഇവിടെ ഇരിക്കും. അപ്പോൾ എവിടെയും ഇരിക്കാൻ പറ്റത്തില്ല ഏതായാലും. സന്യാസയോഗാത് യതയ ശുദ്ധസത്വാഹ, അങ്ങനെ അങ്ങനെയുള്ള സന്യാസമുണ്ട്. യതികൾ ശുദ്ധസത്വാഹ, അവരുടെ മനസ്സെപ്പോഴും ശുദ്ധസത്വമായിരിക്കും, പരിശുദ്ധമായിരിക്കും. പരിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവർ. തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഃ പരിമുച്യന്തി സർവേ. അവരെന്താണ്? പരാന്തകാലേ, പരാന്തകാലം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊരു അന്ധകാലമില്ല. ഇദ്ദേഹമൊക്കെ 6 പ്രാവശ്യം മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ പരാന്തകാലം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക്
അന്ധകാലമില്ല, മരിക്കത്തില്ല, മരണം തീർന്നു, ഇനി മരണമില്ല. അപ്പോൾ ഈ ശരീരം പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശരീരം എടുക്കുന്നില്ല, മരിക്കുന്നു. ശരീരം എടുത്തെങ്കിലേ മരണമുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ശരീരം എടുക്കുന്നില്ല. അതുകൊണ്ട് അതിനെ പരാന്തകാലം എന്ന് പറയുന്നു. യോഗിയുടെ അല്ലെങ്കിൽ ജ്ഞാനിയുടെ ശരീരഭാഗത്തെ പരാന്തകാലം എന്നാണ് പറയുന്നത്. അവരെ പരാന്തകാലത്തിൽ ആ ശരീരം പതിച്ചാൽ അപ്പം തന്നെ ബ്രഹ്മലോകേഷു പരാമൃതാഹ പരിമുച്യന്തി സർവേ. ആ കാലത്തിൽ അവർ പരാമൃതാഹ, എല്ലാം പരാമൃതാഹ, ആ ബ്രഹ്മസ്വരൂപമായി തീർന്ന് ബ്രഹ്മലോകേഷു പരിമുച്യന്തി സർവേ. ബ്രഹ്മലോകത്തിൽ എന്നുള്ള പറഞ്ഞാൽ ബ്രഹ്മമാകുന്ന ലോകത്തിൽ നിന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ ലോകമെന്നല്ല, ബ്രഹ്മമാകുന്ന ലോകത്തിൽ അവർ പ്രവേശിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് ഒരു വിഷയസ്പർശവുമില്ലാതെ ആ ജ്ഞാനസ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു. ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഹ പരിമുച്യന്തി സർവേ. എല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് ആ പരാമൃതന്മാരായിട്ട് ബ്രഹ്മമാകുന്ന ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്തിനാണ് ബ്രഹ്മലോകേഷു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധകരുണ്ടല്ലോ. സാധകരുടെ എല്ലാം വിവിധമാണ് സാധനകൾ. ആ സാധനകൾ കൊണ്ട് എത്തിച്ചേരുന്നത് വാസ്തവത്തിൽ ഒരിടം തന്നെയാണെങ്കിലും പലതാണെന്ന് തോന്നാം. അതുകൊണ്ടാണ് ബ്രഹ്മലോകേഷു എന്ന് ബഹുവചനം പറഞ്ഞത്. വേദാന്തജനി ഇവിടെ ഇങ്ങോട്ട് ഉപസംഹരിക്കുകയാണ്, എല്ലാത്തിൻ്റെയും ചുരുക്കം പറയാം. വേദാന്തജനിത വിജ്ഞാനം, വേദാന്ത വിജ്ഞാനം എന്നാൽ വേദാന്തജനിത വിജ്ഞാനം. വേദം നിർണയിച്ചിരിക്കുന്ന വസ്തുവിനെക്കുറിച്ചുള്ള അതുതന്നെ മനസ്സിലാക്കുക. വേദാന്തജനിത വിജ്ഞാനം തസ്യാർത്ഥ, അതിൻ്റെ പ്രയോജനം എന്തിനെയാണ്, ഏത് വസ്തുവിനെയാണ് അവരെ നിശ്ചയിച്ചിരിക്കുന്നത്? വേദാന്ത വിജ്ഞാനികൾ നിശ്ചയിച്ചിരിക്കുന്ന ഏത് വസ്തുവിനെയാണ്? പരമാത്മാ, അറിയപ്പെടേണ്ട പരമാത്മാവിനെയാണ്. സ്വർത്ഥ സുനിശ്ചിത, അത് സുനിശ്ചിതമായി. ഈ അവിടെ ശങ്കയൊന്നുമില്ല, ശങ്കയോ സംശയമോ വിപരീതമാനോ ഒന്നും തന്നെയില്ല. സുനിശ്ചയമായിട്ട് നല്ലതുപോലെ നിശ്ചയിക്കണം. യേശാന്തേ, അങ്ങനെയുള്ളവരാണ് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ. തേജ സന്യാസയോഗാത് സർവകർമ്മ പരിത്യാഗ ലക്ഷണ യോഗാത് കേവല ബ്രഹ്മനിഷ്ഠാ സ്വരൂപാത് യോഗാത് യതയഃ യതനശീലാഹ. യോഗികൾ യതികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ യതനശീലാഹ. അവരെങ്ങനെയാണ്? സന്യാസയോഗം എന്ന് പറഞ്ഞുകൊണ്ട് സർവകർമ്മ പരിത്യാഗ ലക്ഷണയോഗാത്. നമ്മളൊരു വേഷം എടുക്കുക എന്നുള്ളതല്ല സന്യാസം എന്ന് പറയുന്നത്. പിന്നെയോ സർവ കർമ്മ പരിത്യാഗ ലക്ഷണയോഗ, എല്ലാ കർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന ലക്ഷണത്തോടുകൂടി യോഗം. അതായത് സർവ കർമ്മങ്ങളെയും പരിത്യജിക്കുക. എന്നിട്ട് കേവല ബ്രഹ്മനിഷ്ഠാ സ്വരൂപമാണ്, കേവല ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ. വല്ല എന്താ തുര്യക എന്നൊക്കെ പറയുന്ന യതനശീലാഹ ശുദ്ധസത്വാഹ. ശുദ്ധം സത്വം യേഷ സന്യാസയോഗാത് ശുദ്ധസത്വാഹ. സന്യാസയോഗം എല്ലാത്തിനെയും ഉപേക്ഷിക്കുക എന്നുള്ള യോഗം. അതുകൊണ്ട് പിന്നെ വിഷയമില്ലല്ലോ മനസ്സിൽ. മനസ്സിൻ്റെ ദോഷം എന്ന് പറയുന്നത് ദ്വൈതമാണ്, വിഷയങ്ങളാണ്. ഇപ്പം നല്ലതുപോലും ചീത്ത പോലും, ഏത് പുണ്യം പോലും പാപം പോലും, ഏത് വിഷയം. ഇപ്പം ആചാര്യസ്വാമികൾ പറയുന്ന പോലെ പുണ്യവും പാപവും ഈശ്വര ആത്മദൃഷ്ടിയ പാപങ്ങൾ തന്നെയാണ്, ഇതെല്ലാം പാപമാണ്. അപ്പോൾ അങ്ങനെ യാതൊരുവിധ പുണ്യമായോ പാപമായോ യാതൊരുവിധ ദൃശ്യഭാവവുമില്ലാത്ത ഒരവസ്ഥയാണ് ശുദ്ധസത്വം. അപ്പോൾ അന്ധകരണം യാതൊരു വിഷയ സ്പർശവുമില്ലാതെ ശുദ്ധസത്വാഹ. ശുദ്ധം സത്വം യേഷാം സന്യാസയോഗാദേ ശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേഷു സംസാരിണാം യേ മരണകാലാസ്തേ അപരാന്താഹ. ഈ സാധാരണ നമ്മളൊക്കെ മരിച്ചാലേ അത് അപരാന്തകാലം വെച്ചാൽ പിന്നെയും വരും. അതുകൊണ്ട് പരാന്തമല്ല, അങ്ങ് നിഷേധമില്ലാതായതല്ല, അത് അപരാന്തമാണ്. ഈ അപരാന്തകാലത്തിൽ സാധാരണ ആളുകളുടെ, സംസാരികളുടെ, സാധാരണ ഈ വ്യവഹാരികളുടെ മരണം എന്ന് പറയുന്നത് അപരാന്തകാലമാണ്. എന്നാൽ ജ്ഞാനികളുടെ ദേഹം ഉപേക്ഷിക്കുക എന്നുള്ളത്
പരാന്തകാലമാണ്. ആ പരാന്തകാല തസ്മിൻ പരാന്തകാലേ സാധകാനാം ബഹുത്വാത് ബ്രഹ്മൈവ ലോകോ ബ്രഹ്മലോക ഏകോ അപി അനേകവത് ദൃശ്യതേ പ്രാപ്യതേ വാ. ഇപ്പം ബ്രഹ്മം അനേക സാധകന്മാരുള്ളത് കൊണ്ട് ഈ ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാകുന്ന ലോകം, ആ ബ്രഹ്മമാകുന്ന ലോകം. ബ്രഹ്മം ഒന്നേ ഉള്ളെങ്കിലും പലതായി പറഞ്ഞത് അനേക സാധക ഉള്ളതുകൊണ്ടാണ്. പരാമൃതാഹ പരം അമൃതം അമരണ ധർമ്മകം ബ്രഹ്മാത്മഭൂതം യേശാം ദേ പരാമൃത. ആ പരാമൃത എന്നതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. പരം അമൃതം അമരണധർമ്മകം ബ്രഹ്മാത്മഭൂതം. അപ്പം പരം അമൃതം, പരാമൃതം എന്നുള്ളതിന് അമൃതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? അമരണധർമ്മകം, മരിക്കുകയില്ല, ഇനി മരണമില്ല, അങ്ങനെയുള്ള ധർമ്മത്തോടു കൂടി. എന്തുകൊണ്ട് മരണധർമ്മം ഇനിയും മരിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ ബ്രഹ്മാത്മഭൂതം, അവർ ബ്രഹ്മമായി തീർന്നു. ബ്രഹ്മാത്മഭൂതം, അവരുടെ ആത്മാവ് ബ്രഹ്മസ്വരൂപം തന്നെയാണെന്ന് അവർ നിർണയിച്ചു. ബ്രഹ്മാത്മഭൂതം യേഷാം ദേ പരാമൃതാഹ ജീവന്തേവ ബ്രഹ്മഭൂതാഹ പരാമൃതാഹ സന്ത പരിമുച്യന്തി പരിസമന്താത് ദീപനിർവാണവത്. ദീപനിർവാണം, ദീപം കെടുക. ഒരു ദീപം കെടുന്നത് എങ്ങനെയാണ്? എണ്ണയൊക്കെ വയ്ക്കുമ്പോൾ അതങ്ങ് കെട്ടുപോകും. അതുപോലെ നമ്മുടെ കർമ്മമൊക്കെ തീരുമ്പോൾ, ഒരു ജ്ഞാനിയുടെ കർമ്മമൊക്കെ തീരുമ്പോൾ അയാളുടെ ശരീരം അങ്ങ് വഹിച്ചു പോകും. പിന്നെ എന്താ ബാക്കിയുള്ളത്? ബ്രഹ്മ മാത്രം. നിവൃത്തി ഉപയാന്തി സമന്താത് പ്രദീപ നിർവാണവത് ഘടാകാശ നിവൃത്തി ഉപയാന്തി പരിമുച്യന്തി സമന്താത് മുച്യന്തി സർവേ ന ദേശാന്തരം ഗന്തവ്യാപേക്ഷത. ഈ ദേശാന്തരം പോകണ്ട, മറ്റൊരു ദേശം നമുക്കിവിടുന്ന് പോയിക്കണമെങ്കിൽ വേറൊരു ദേശത്തിലേക്ക് പോകണ്ട. അപ്പം നല്ല നമ്മുടെ ഗൗണമുക്തിയാണെങ്കിൽ ഇവിടുന്ന് കൃഷ്ണൻ്റെ ലോകത്തിൽ ചെന്നു, ഗോലോകത്തിൽ ചെന്നു, അല്ലെങ്കിൽ ശിവ ലോകത്തിൽ ചെന്നു, അങ്ങനെയല്ലേ മുക്തി കിട്ടുന്നത്. ഇവിടെ നമുക്ക് ആ മുക്തിക്ക് എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്ന് ഘടാകാശം മഹാകാശമാകുന്നത് പോലെ ഇതെല്ലാം ഉപാധികളൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ബ്രഹ്മ മാത്രമായിട്ട് ഇരിക്കുന്നു. നിവൃത്തി ഉപയാന്തി പരിമുച്യന്തി പരിസമന്താതമുച്യന്തി സർവേ ന ദേശാന്തരം ഗന്ധവ്യം അപേക്ഷതേ. ശകുനീനാം ഇവ ആകാശേ ജലേ വാരിജലസുര പദം യഥാ ന ദൃശ്യേത തഥാ ജ്ഞാനവതാംഗിരി എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനവതാംഗിരി, ജ്ഞാനിയുടെ ഗതി ഏതാണെന്ന് ചോദിക്കുക. ജ്ഞാനിയുടെ ഗതി ആർക്കറിയാൻ പറ്റും എന്ന് വെച്ചാൽ ശകുനീനാം ഇവ ആകാശേ, ആകാശത്തിൽ കൂടി പക്ഷികൾ പറന്നു പോകുന്നുണ്ട്, അതിൻ്റെ കാൽപ്പാട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം ഈ മണ്ണിൽ കൂടെ ഓരോന്ന് നടക്കുമ്പോൾ നമുക്ക് കാൽപ്പാട് കാണാം. ഈ പക്ഷി ആകാശത്തിൽ കൂടി പറന്ന് എന്നാൽ മണ്ണിലാണേ കാണും ഇല്ലേ? പക്ഷിയാണെങ്കിലും മണ്ണിൽ നടന്ന പാട് കാണും. അതേസമയം അത് പറന്നു പോകുമ്പോൾ ഒരു പാടും കാണുന്നില്ല, ഒരു അടയാളവും അവശേഷിപ്പിക്കുന്നില്ല. പദം യഥാന ദൃശ്യേത തഥാ ജ്ഞാനവതാംഗിരി അനധ്വക അധ്വസു വാരൈഷ്ണവ. ഈ ജീവിത പന്ഥാവ്, ഈ ജീവിതത്തെ ഈ സംസാരത്തെ തരണം, പാരൈഷ്ണവ, അവരെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, ഈ സംസാരത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ അനധ്വക, അതിലേക്ക് സംസാരമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇത് ശ്രുതി സ്മൃതിഭ്യ ദേശപരിച്ഛിന്നാഹി ഗതി സംസാര വിഷയേവ. നമ്മൾ ഗതി, നമ്മളിപ്പം വിഷ്ണുലോകത്തിലേക്ക് ഇവിടെ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, അതൊക്കെ നമ്മൾക്ക് മനുഷ്യനൊരു ആവേശം അല്ല, അതിനോടൊരു വലിയ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ക്രമേണ അതിനെ മാറ്റി പറയാൻ 11ാം അധ്യായത്തിൽ അങ്ങനെയല്ലേ, ക്രമേണ ആ ഒരു ബുദ്ധിയെ മാറ്റും. ആദ്യം ഒരു ബുദ്ധിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. ഈ വെളിയിലോട്ടിരിക്കുന്ന ബുദ്ധിയെ തിരിച്ച് അന്തർമുഖമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിമാനം വന്നു, അതായത് കൃഷ്ണലോകത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളതൊക്കെ അതൊരു ഗതി. ഇപ്പം സാധാരണ ജീവന്മാർക്ക് ഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഗതി എന്ന് പറയുന്നത് സംസാര വിഷയം തന്നെയാണ്. ഇവിടുന്ന് ലോകത്തിലേക്ക് പോയി അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒരു ഗതിയാണ് ജീവൻ്റെ. ആ ജീവൻ്റെ ഗതി സംസാര ദേശപരിച്ഛിന്ന. ഈ ദേശത്തിലിരുന്നിട്ട്
അല്ലല്ലോ അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടങ്ങ് പോകുമല്ലോ. അപ്പം ദേശപരിച്ഛിന്ന. ഈ ദേശം ഇവിടെ ഇരിക്കുമ്പോൾ ഈ ദേശത്തെ പരിച്ഛിന്ന, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ദേശത്തെ പരിച്ഛിന്ന. അപ്പം ദേശപരിച്ഛിന്ന ഏവ ഗതി പരിച്ഛിന്ന സാധന സാധ്യത്വം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പരിച്ഛിന്ന സാധന സാധ്യത. നമ്മൾ പരിച്ഛിന്നമായ ഒരു സാധനയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരു മന്ത്രം ജപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദേവത, സുബ്രഹ്മണ്യനെ ഉദ്ദേശിച്ച് ഒരു മന്ത്രം ജപിക്കുന്നു, ആ സുബ്രഹ്മണ്യനെ പ്രാപിക്കുന്നു, അത് ഗതിയാണ്. അതേസമയം ആ സുബ്രഹ്മണ്യൻ ജ്ഞാനസ്വരൂപമാണെന്ന് വിചാരിച്ച് ധ്യാനിക്കുക, അത് വെച്ച് നമ്മൾ സാധന അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അവിടെ ഗതിയില്ല. അവിടെ ഗതിയില്ല, കാരണം ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപത്തെയാണ് പ്രാപിക്കേണ്ടത് അവിടെ. അതേസമയത്ത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന കുറേ രൂപങ്ങൾ, എന്താ ചിത്രമയൂര വാഹന ശുഭം, അങ്ങനെയുള്ള ഒരു രൂപത്തെ ധ്യാനിക്കുന്ന ആൾക്ക് അതേ വെച്ചാൽ ആ ദേവതയെ സാക്ഷാത്കരിച്ച് ആ ദേവതാകാരമായി മനസ്സ് ആ ദേവതാ ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുക, അത് ഗതിയാണ്. എന്നാൽ ഇതുപോലെ പരിച്ഛിന്ന വിഷയമല്ല, സാധന പരിച്ഛിന്നമല്ലെങ്കിൽ, പരിച്ഛിന്ന വിഷയത്തെ അല്ല നമ്മൾ ധ്യാനിക്കുന്നെങ്കിൽ, അപരിച്ഛിന്നമായ ബ്രഹ്മസ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ അവിടെ ഗതിയില്ല. കാരണം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പറ്റും. പക്ഷി പറക്കുന്നവരാണ്, പക്ഷി പറക്കുമ്പോൾ ഒരടയാളവും വിടുന്നില്ല. അതുപോലെ ഈ ജീവൻ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും, വേദത്തിൽ പറയുന്നു അവർ ജ്ഞാനമായിട്ട് തന്നെ തീരുന്നു. അതിൻ്റെ ഒരു ഗതിയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പരിച്ഛിന്ന സാധന സാധ്യത്വാത് ബ്രഹ്മതു സമസ്തത്വാത് ന ദേശപരിച്ഛിന്നേന ഗന്തവ്യം. ദേശപരിച്ഛിന്നമായിട്ട് സർവത്ര നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ദേശപരിച്ഛിന്നമായിട്ട് പോകാനില്ലല്ലോ. ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്, ഒരേപോലെ ഇരിക്കുകയാണ്. ദേശപരിച്ഛിന്നം ബ്രഹ്മ സ്യാത് മൂർത്തദ്രവ്യവത് ആദ്യന്തവത് അന്യാശ്രിതം സാവയവം അനിത്യം കൃതകം ച സ്യാത്. ഇനി അങ്ങനെയല്ല, ദേശപരിച്ഛേദത്തോട് ഒരു ഗതിയാണെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാദത്തെ ಖಂಡಿക്കുന്നതാണ്. അങ്ങനെ ദേശപരിച്ഛിന്നമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ ബ്രഹ്മം ഒരു മൂർത്തദ്രവ്യമായിരിക്കും. മൂർത്തദ്രവ്യം എന്ന് ഇപ്പോൾ ഇതുപോലെ ഇതൊരു മൂർത്തദ്രവ്യം. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ മൂർത്തദ്രവ്യമാണ്, ഒരു മൂർത്തദ്രവ്യമായിരിക്കണം. അതുപോലെ ആദ്യന്തവത് ജനിച്ചതായിരിക്കണം, മരണവുമുണ്ട്. ബ്രഹ്മം നിത്യമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. ബ്രഹ്മ സ്യാത് മൂർത്തദ്രവ്യവത് ആദ്യന്തവത് അന്യാശ്രിതം. അന്യാശ്രിതമായിരിക്കും ബ്രഹ്മ, ആരെയും ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. പിന്നെ അന്യാശ്രിതം, സ്വതന്ത്രമല്ല. സാവയവം എന്ന് പറഞ്ഞാൽ അവയവീ ഭാവമുള്ളത്. ഇപ്പം ഞാനെന്നുള്ളതിന് എൻ്റെ എല്ലാ അവയവങ്ങളും കൂടിയാണ് ഞാനെന്ന് അഭിമാനിക്കും. അതുപോലെ ആ അവയവങ്ങളെല്ലാം കൂടെ അഭിമാനിക്കുന്ന ഒരു ജീവനായിരിക്കണം. സാവയവം അനിത്യം, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനിത്യമായിരിക്കും. കൃതകം കർമ്മം ചെയ്ത് സാധിക്കേണ്ടതുമായിരിക്കും. അപ്പം കർമ്മം ചെയ്ത് സാധിക്കേണ്ടതും അവയവിഭാഗമുള്ളതും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതും ഉണ്ടായി നശിക്കുന്നതുമാണ് ബ്രഹ്മം എന്ന് പറയേണ്ടി വരും. ഈ ഗതി പറയുകയാണ്. ഈ ബ്രഹ്മഭൂതമായി തീർന്നിരിക്കുന്ന ആ സാധകനല്ലല്ലോ, ബ്രഹ്മഭൂതത്തെ ജ്ഞാനിക്ക് ഒരു ഗതി പറയുകയാണെങ്കിൽ ബ്രഹ്മം ഇങ്ങനെ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി അനിത്യം ആണ് എന്ന് പറയേണ്ടി വരും. നത്വേവം വിധം ബ്രഹ്മ ഭവിതുമർഹതി. ഒരിക്കലും ബ്രഹ്മം അങ്ങനെ ആയിരിക്കത്തില്ല. അതഃ പ്രാപ്തിശ്ച നൈവ ദേശപരിച്ഛിന്ന ഭവിതും യുക്ത. അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ഒരിക്കലും ദേശപരിച്ഛിന്നമല്ല. അതായത് ഇവിടെ ഇരിക്കുന്നത് എങ്ങാണ്ടോട്ട് പോയി ഒന്നിനെ പ്രാപിക്കുക, അങ്ങനെയല്ല. ദേശപരിച്ഛിന്നമാണത്. ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക, അത് ദേശപരിച്ഛിന്നം. അങ്ങനെ ദേശപരിച്ഛിന്നമില്ലാതെ ഈ ശരീരത്തിലിരുന്ന് തന്നെ ഈ ഇതിൻ്റെ ഉപാധികളെല്ലാം പോയി ജ്ഞാനം മാത്രമായി തീരുക. അതാണ് ബ്രഹ്മപ്രാപ്തി. അപിച അവിദ്യാദി സംസാരബന്ധാപനയനമേവ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഇച്ഛന്തി ബ്രഹ്മവിദ. ബ്രഹ്മവിത്തുക്കൾ പറയുന്ന മോക്ഷം എന്താണ്? അല്ലെ ജ്ഞാനികൾ പറയുന്ന മോക്ഷം എന്താണ്? അവിദ്യാദി സംസാരബന്ധാപനയനം ഏവ. ഇത് തന്നെയാണ് മോക്ഷം. വേറെ എവിടെ മറ്റൊന്നും മോക്ഷം എന്ന് പറയാം. മോക്ഷം എന്ന് പറഞ്ഞാൽ അവിദ്യാദി സംസാരബന്ധം. അവിദ്യ കൊണ്ടാണ് നമുക്ക് സംസാരബന്ധം ഉണ്ടായിരിക്കുന്നത്. സംസാരബന്ധം ലൗകിക വിഷയങ്ങൾ, ഈ വ്യാവഹാരികമായ ബന്ധങ്ങൾ,
ഈ ബന്ധങ്ങളുണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടായി? ഇത് ഞാനാണെന്നും ഇതൊക്കെ എൻ്റേതാണെന്നുള്ളതാണ് ബുദ്ധി നമ്മൾ. അത് അവിദ്യാ വിഷയം തന്നെയാണ്. അവിദ്യാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് ശരിയായ ബോധമില്ല, വിവേകമില്ലാത്തതുകൊണ്ട് പലതും നമ്മൾ നമ്മുടെയാണെന്ന് വിചാരിച്ച് അതിനോട് ബന്ധിക്കുന്നു. അങ്ങനെ ഉള്ള ആ ബന്ധത്തെ അപനയനം, അതിനെ അപനയിക്കുക, ഇല്ലാതാക്കുക. ആ അവിവേകം കൊണ്ടുണ്ടായ ഈ പലതും താനാണെന്നുള്ള ആ ബുദ്ധിയെ, സംസാര ബന്ധങ്ങളെ അപനയിക്കുക, വിവേകം കൊണ്ട് ഇല്ലാതാക്കുക, ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുക. അതുതന്നെയാണ് മോക്ഷം എന്ന കാര്യഭൂതം. അല്ലാതെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതല്ല. എന്തിനാണ് നമ്മൾ പ്രവൃത്തി എന്ന് വെച്ചാൽ നമുക്ക് വിവേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അന്ധകരണ ശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുകയും അർച്ചന ചെയ്യുകയും യോഗ അനുഷ്ഠിക്കുക എല്ലാം ചെയ്യുന്നതും നമുക്ക് ആ മനസ്സിന് ആ ഒരു ആധികാരികത ഉണ്ടാകണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവേകം വന്നിട്ട് അവിദ്യ നശിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ മറ്റേതൊന്നും സത്യമല്ല, അതിനെ അപനയിച്ച് സത്യമായ വസ്തുവിൽ എത്തുക എന്നുള്ളതാണ് മോക്ഷം. അല്ലാതെ മറ്റൊന്നും തന്നെ മോക്ഷമല്ല. അവിദ്യാദി സംസാരബന്ധ ആപനയനമേവ മോക്ഷം. നമ്മൾ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കും, ആ ബോധം ഉണ്ടാകും. നമ്മുടെ ആത്മസ്വരൂപം ഇതാണെന്ന് പൂർണ്ണമായി ബോധിക്കുക, നിർണയിക്കുക. മറ്റൊന്നും സത്യമല്ല. അതിനെ വിടാനാണ് നമ്മൾ സാധനകൾ ചെയ്യുന്നത്. സാധന ചെയ്ത് ഈ അവിദ്യ കൊണ്ടുണ്ടായ സംസാര ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് അസ്തമിക്കുമ്പം ആത്മാവ് അങ്ങനെ തന്നെ പ്രകാശിക്കും. എങ്ങും പോകാനുമില്ല, വരാനുമില്ല. അതുകൊണ്ട് അവിദ്യാദി സംസാര ബന്ധാപനയനം ഏവ മോക്ഷം ഇച്ഛന്തി ബ്രഹ്മവിദ. അല്ലാതെ ഒരു പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് നാമം ജപിച്ച് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. നാമം ജപിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ കുറഞ്ഞു, ഒരു സദ്വൃത്തികളുണ്ടാകും. നമ്മുടെ ഈ പാപം, പിന്നെ എന്താ, ഈ സത്വ രജസ്സും തമസ്സുമായ വൃത്തികളൊക്കെ കുറേ പോയിട്ട് സത്വഗുണത്തിലേക്ക് വരും മനസ്സ്. അതിനാണ് നാമം ജപിക്കുന്ന സാധനങ്ങൾ ചെയ്യുന്നത്. സത്വഗുണം പൂർണ്ണമായി കഴിയുമ്പോൾ എല്ലാ വിഷയങ്ങളും അസ്തമിക്കും. ശരിയായ ഒരു ബോധം ഉണ്ടാകും. ഈ ശരിയായൊരു ആ ബ്രഹ്മസ്വരൂപം യാതൊരുവിധ തടസ്സവുമില്ലാതെ അവിടെ പ്രകാശിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്വരൂപം, എപ്പോഴും അതാണ്, അത് മാത്രമേ ഉള്ളൂ എന്ന് നിർണയിക്കുന്നതാണ് മുക്തി, മോക്ഷം. ബ്രഹ്മാത്മൈക്യ നിർണയമാണ് മോക്ഷം. നമ്മൾ ഭഗവത് ദർശനത്തിൽ കിഞ്ച ശരി വേദാന്തവിജ്ഞാന സുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗാദ്യതയഃശുദ്ധസത്ത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഃ പരിമുച്യന്തി സർവേ. കിഞ്ച മോക്ഷകാലേ, മോക്ഷകാലത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ ഒരുപാട് വിഷയത്തിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നല്ലോ. ബന്ധിച്ചതിനൊക്കെ എന്ത് സംഭവിക്കും? ഒരാൾക്ക് ആത്മബോധം ഉണ്ടായി, അങ്ങനെ ബ്രഹ്മഭൂതനായി തീർന്നു. അങ്ങനെ തീർന്നു കഴിയുമ്പം നമ്മൾ കുറേ വിഷയങ്ങൾ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ എന്ത് സംഭവിക്കും? യഥാ കലാ പഞ്ചദശ പ്രതിഷ്ഠ ദേവാശ്ച സർവേ പ്രതിദേവതാസു കർമാണി വിജ്ഞാനമയശ്ച ആത്മാ പരേവ്യേ സർവൈകീഭവന്തി. യഥാ കലാഃ പഞ്ചദശ പ്രതിഷ്ഠാ ദേവാഃ ച സർവേ പ്രതിദേവതാസു കർമാണി വിജ്ഞാനമയഃ ച ആത്മാ പരേ അവ്യേ സർവേ ഏകീഭവന്തി. യഥാഃ കലാഃ പഞ്ചദശ പ്രതിഷ്ഠാഃ. പഞ്ചദശ കല നമ്മൾ കഴിഞ്ഞല്ലോ പഠിച്ചതല്ലേ, കഴിഞ്ഞ ഉപനിഷത്ത് പഠിച്ചതാണ്. ഏതാണ് ഷോഡശകല പുരുഷൻ? അതിനകത്ത് ഷോഡശകല എന്ന് പറയുന്നത് 16 കലകൾ. 16 കലകൾ എന്ന് പറഞ്ഞ് ഈശ്വരൻ വിചാരിച്ചു, ഞാനിരിക്കുമ്പോൾ ഇരിക്കണം, ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോകണം. അതുപോലൊരു വസ്തു എന്താണെന്ന് ചിന്തിച്ച് പ്രാണനിരിക്കുമ്പോൾ ആ ജീവൻ എവിടെ ഉണ്ട്? ആ ചൈതന്യം എവിടെ ഉണ്ട്? പ്രാണൻ പോയ ചൈതന്യമില്ല.
അപ്പം അങ്ങനെ അതിരിക്കുമ്പം ഞാനും ഇരിക്കണം, അത് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനും ഇറങ്ങിപ്പോകണം. അതുപോലൊരു വസ്തുവിനെ പ്രാണനെ സൃഷ്ടിച്ചു. പ്രാണനിൽ നിന്നും ശ്രദ്ധ, പ്രാണനിൽ നിന്ന് ശ്രദ്ധയെ സൃഷ്ടിച്ചു. ശ്രദ്ധ ഇതെല്ലാം ഒരുമിച്ചാണ്. ശ്രദ്ധ, ഖം ഖം വായു ജ്യോതിരാപ പൃഥ്വി. ഖം ആകാശം, ഖം വായു, ജ്യോതി അഗ്നി, വായു ഖം വായു ജ്യോതിരാപ ജലം, പൃഥ്വി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. മനോ ഇന്ദ്രിയം, അതുകൂടാതെ മനസ്സ് ഇന്ദ്രിയത്തിനെ സൃഷ്ടിച്ചു. ഇന്ദ്രിയം അന്നത്തെ സൃഷ്ടിച്ചു. അപ്പോൾ എത്ര എണ്ണമായി? പ്രാണൻ, ശ്രദ്ധ, പിന്നെ പഞ്ചഭൂതങ്ങൾ 7, ഇന്ദ്രിയം, മനസ്സ്, അന്നം, 10 എണ്ണം. അപ്പം ഈ 10 എണ്ണം പിന്നുള്ളത് അന്നത്തിൽ നിന്നാണ്. ഈ പ്രാണനിൽ നിന്നാണ് ഇത്രയും വന്നത്, പഞ്ചഭൂതങ്ങൾ വരെ, മനസ്സും ഇന്ദ്രിയവും. അത് കഴിഞ്ഞ് അന്നം ഉണ്ടായി. അന്നം എന്ന് പറഞ്ഞാൽ ആഹാര സാധനം, ആഹാരം കഴിക്കാനുള്ള വസ്തു. ഈ ആഹാരം കഴിച്ചിട്ട് ആ അന്നാദ വീര്യം, ആഹാരം നല്ലപോലെ കഴിച്ചപ്പോൾ നല്ല ശക്തി, നല്ല ഉത്സാഹമൊക്കെ വന്നു മനുഷ്യന്. അപ്പം തപസ് ചെയ്തു. അന്നം, വീര്യം, തപസ് ചെയ്ത് മന്ത്രങ്ങളുണ്ട്. അപ്പം മന്ത്രം കൊണ്ട് യാഗം ചെയ്തു, കർമ്മം ചെയ്തു. കർമ്മം കൊണ്ട് അനേക ലോകങ്ങളുണ്ടായി. അപ്പോൾ അലോകേഷു നാമത, ലോകത്തിൽ പല നാമങ്ങളും ഉണ്ടായി. അപ്പോൾ ഇതാണ് 16 കലകൾ. ഈ പുരുഷൻ്റെ 16 കലകൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത് പ്രാണാശ്രദ്ധാം, ഖം വായു ജ്യോതിരാപ പൃഥ്വി, ഇന്ദ്രിയം, മനഃ, അന്നം, അന്നാദ വീര്യം, തപഃ, മന്ത്രാഹ, കർമ്മ ലോകേഷു നാമച. നമ്മൾ ഇതിൻ്റെ അകത്തൊരെണ്ണം പഠിച്ചില്ല, ഒരു കൃതലക്ഷണാഹ എന്നാണ് സഹസ്രനാമത്തിൽ. എന്തോ അതിൻ്റെ ലക്ഷണം പറഞ്ഞു? കൃതലക്ഷണം എന്നുള്ളതിൻ്റെ അർത്ഥം ഭഗവാൻ കൃതലക്ഷണനാണ്. നാമാനി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു കൃതലക്ഷണം, കൃതമായ ലക്ഷണം. എന്തോ വരുന്നത്? കലാഹ പഞ്ചദശ. പ്രാണനിലേക്കാണ് എല്ലാം ലയിക്കുന്നത്. അപ്പം പ്രാണൻ ഇവിടെ കൂട്ടിയിട്ടില്ല. 15 ഏതാ ഇവിടെ കൃതം? കൃതലക്ഷണം ചെയ്യപ്പെട്ട. അതെ, എന്തോ ചെയ്തു? ലക്ഷണങ്ങളെ ചെയ്തു. എന്താ ലക്ഷണം? ഓരോന്നിനും ലക്ഷണമുണ്ട്. ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്, ഇത് വൃക്ഷമാണ്, ഇത് ഇങ്ങനെ ഓരോന്നിനും ലക്ഷണമില്ല. ആ ലക്ഷണം എല്ലാം സൃഷ്ടിച്ചത് ഭഗവാനാണ്. യഥാ കല പഞ്ചദശ പ്രതിഷ്ഠ. ഈ കലകളെല്ലാം, ഈ 16 കലകളും അതിൻ്റെ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു. പ്രതിഷ്ഠ എന്നുള്ളത് അത് ദ്വിതീയാണ്. ദ്വിതീയ ബഹുളി. അപ്പോൾ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു. എവിടുന്ന് അതിങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട് പോകും. എവിടുന്നാണോ ഓരോന്നും വന്നു ചേർന്നത് അത് അവിടേക്ക് പോകും. പഞ്ചദശ പ്രതിഷ്ഠ. ദേവാഹ ച സർവേ പ്രതിദേവതാസു. ദേവാഹ എന്ന് പറഞ്ഞ ദേവന്മാർ. അതായത് ഓരോന്നിനെയും, ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും പ്രകാശിപ്പിക്കുന്ന, അതിലൊരറിവുണ്ട്. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു എന്ന് പറയുമ്പം ഈ വഴി കൂടെ കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ കേൾവി എന്ന് പറയുന്നത്. കേൾവിയാകുന്ന അറിവ്. അതുപോലെ കാഴ്ച, അതൊക്കെ ഓരോ അറിവാണ്. ആ അറിവാണ് ദേവന്മാർ. ദേവാശ്ച സർവേ പ്രതിദേവതാസു. ഈ ദേവന്മാർ എവിടുന്ന് വന്നു ആ ദേവതയിലേക്ക് തിരിച്ചു പോകും. കർമാണി വിജ്ഞാനമയശ്ച ആത്മ. പിന്നെയുണ്ടല്ലോ ഒരു വിജ്ഞാനമയനായ ആത്മ, അതായത് ബുദ്ധി ഉപാധിയോടുകൂടിയിരിക്കുന്ന അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യം. ആ വിജ്ഞാനമയശ്ച ആത്മാ പരേ അവ്യയേ സർവേ ഏകീഭവന്തി. ആ വിജ്ഞാനമയനായ ആത്മാവ്, വിജ്ഞാനമയനാണ്. അതായത് ബുദ്ധി ഉപാധിയുണ്ട് ഇവിടെ. ആ ബുദ്ധി ഉപാധിയുടെ ഇല്ലാതായില്ലേ, എല്ലാം നശിക്കുമ്പോൾ ബുദ്ധി ഉപാധി നശിക്കും. അപ്പോൾ എന്താ ഇത് വിജ്ഞാന ആ അറിവ് പരേ അവ്യേ, ഈ പരമായ ബ്രഹ്മത്തിൽ. അതായത് നമ്മുടെ ഈ ഓരോ
ഉപാധി. നമ്മളിപ്പം പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സുണ്ട്, പിന്നെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, ഈ സ്ഥൂല ശരീരം, ഇതിനെ കാര്യമെന്ന് പറയും. ഈ കാര്യമുണ്ട്, കരണങ്ങളുമുണ്ട്. ഈ കാര്യവും കരണങ്ങളും എല്ലാം അതെവിടുന്ന് പുറപ്പെട്ടോ അവിടോട്ട് പോകും. ഇപ്പോൾ നമ്മൾ പഞ്ചഭൂതാത്മകമായ ഈ ശരീരം മനസ്സ് അതെല്ലാം അതാതിൻ്റെ എവിടുന്ന് വന്നോ അതിലേക്ക് പോകും. ഇപ്പം അഞ്ച് ഭൂതങ്ങളിലേക്ക് ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പോകും. പിന്നെ കരണങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ചെവി എന്ന് പറയുമ്പോൾ ഈ ചെവിയല്ലല്ലോ നമ്മുടെ കരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആ ശ്രോത്രേന്ദ്രിയമാണ് അവിടുത്തെ കാരണം. അപ്പം ശ്രോത്രേന്ദ്രിയം ഇരിക്കുന്ന സ്ഥലം ശ്രോത്രം. ഇപ്പം നമ്മുടെ കാര്യത്തിൽ ഇരിക്കുന്ന സ്ഥലം ശ്രോത്രം. ആ കാര്യത്തിലിരിക്കുന്ന കാരണം ഇന്ദ്രിയമാണ് അതിൻ്റെ അകത്ത് ദേവൻ. കാരണം അവിടെ അറിവുണ്ടാകുന്നുണ്ട്. ആ ദേവന്മാരെല്ലാം ദേവാശ്ച സർവേ പ്രതിദേവതാസു, ഓരോ ദേവതയും എവിടുന്ന് വന്നിരിക്കുന്നോ അവിടേക്ക് പോകും, അതിൽ പോയി ലയിക്കും. കർമാണി വിജ്ഞാനമയശ്ചാത്മ, ഈ വിജ്ഞാനമയനായി ഇരിക്കുന്ന ആത്മാവുണ്ടല്ലോ, ഞാൻ എന്തിനെ വിചാരിക്കുന്നു? ഞാൻ. അപ്പോൾ ആ ജീവന് ഇപ്പം നമ്മൾ ഈ ജീവനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു വിജ്ഞാനമയനായ ആത്മാവുണ്ടെന്നോ ഒന്നും നമുക്ക് അങ്ങോട്ട് വിവേചിക്കുന്നില്ല. ഞാൻ ഇത്രയും വിവേചിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിജ്ഞാനമയനുണ്ടല്ലോ, ആ ആത്മാവ്, വിജ്ഞാനമയ ആത്മാ കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഈ വിജ്ഞാനമയന് ഈ അനുഭവം ബ്രഹ്മാത്മൈക്യ ബോധം ഉണ്ടാകുമ്പോൾ തന്നെ ശരീരം പതിക്കുന്നില്ല, വിജ്ഞാനമയൻ ഇല്ലാതാകുന്നില്ല. വിജ്ഞാനമയന് കുറേ നാൾ കൊണ്ട് നിൽക്കണം, കാരണം പ്രാരബ്ധം ഇരിക്കുന്നു. ഈ പ്രാരബ്ധം എല്ലാം തീരുമ്പോൾ വിജ്ഞാനമയന ആത്മാവ് പരേ അവ്യേ സർവേ ഏകീഭവന്തി, എല്ലാം അവ്യയനായിരിക്കുന്ന ആത്മാവിൽ ഏകീഭവിക്കും. യഥാ കലാ പഞ്ചദശ പ്രതിഷ്ഠ ദേവാശ്ച സർവേ പ്രതിദേവതാസു കർമാണി വിജ്ഞാനമയശ്ച ആത്മാ പരേരവ്യേ സർവൈകീഭവന്തി. യാ ദേഹാരംഭിക കലാഃ പ്രാണാദ്യാഃ സ്വാം സ്വാം പ്രതിഷ്ഠാം ജഗതഃ. ഈ പ്രാണാദി കലകൾ എല്ലാം തന്നെ സ്വാം സ്വാം പ്രതിഷ്ഠാം, താൻ എവിടുന്നാണോ ഈ ഇത് പുറപ്പെട്ടത്, ഈ അറിവ് ഉണ്ടായത് എവിടുന്നാണോ വന്നത് അവിടേക്ക് പോകുന്നു. തൻ്റെ പൂർവ്വസ്ഥാനത്തെ പ്രാപിക്കും. താൻ എവിടുന്ന് വന്നോ ആ സ്ഥാനത്തെ പ്രാപിക്കും. അക്ഷരനിലോട്ട് ഏറ്റവും ഒടുവിൽ അക്ഷരനിച്ചില്ല, അക്ഷരനായിട്ട് നിൽക്കും. അതിലെ പ്രാണനെ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, പ്രാണോപാധികനാണല്ലോ. പ്രാണനിലേക്ക് ലയിക്കും. ദേഹാരംഭിക കലാഃ പ്രാണാദ്യാഃ താം സ്വാം സ്വാം പ്രതിഷ്ഠാം ഗതാഃ സ്വംസം കാരണം ഗതാഃ ഭവന്തി ഇത്യർത്ഥം. എന്താണോ കാരണം, ഈ ഓരോ കരണത്തിനും കാരണം എന്താണോ അവിടേക്ക് പോകും. പഞ്ചദശ സംഖ്യകാഃ യാ അന്ത്യപ്രശ്ന പരിപഠിതാഃ. അന്ത്യപ്രശ്നം, ആറാമത്തെ പ്രശ്നോപനിഷത്തിലെ 6ാമത്തെ ഖണ്ഡത്തിൽ പഠിച്ചിട്ടുള്ളത്. അന്ത്യപ്രശ്ന പരിപഠിതാഃ പ്രസിദ്ധ ദേവാശ്ച ദേഹാശ്രയാശ്ചക്ഷുരാദി കരണസ്ഥാഃ സർവേ പ്രതിദേവതാസു ആദിത്യാദിഷു യഥാ ഭവന്തി ഇത്യർത്ഥ. ഓരോ ചക്ഷുരാദി കരണസ്ഥാഃ, ഓരോ കരണവും അത് ഒരു ചക്ഷുരാദി കരണസ്ഥ. ചക്ഷു എന്നാണ് കരണം, അതിലിരിക്കുന്ന പ്രവർത്തിക്കുന്ന ദേവനാണ് ചക്ഷുരേന്ദ്രിയം. ചക്ഷു എന്ന് പറയുന്നത് അതൊരു കരണം, ആ കരണത്തിലെ പ്രവർത്തിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു അറിവ് ദേവത, അതാണ് ദേവത. ചക്ഷു ദേവത, നേത്രേന്ദ്രിയം ദേവത, പ്രാണേന്ദ്രിയം ദേവത. അപ്പം ചക്ഷുരാദി കരണസ്ഥാഃ സർവേ പ്രതിദേവതാസു ആദിത്യാദിഷു. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആദിത്യാദിഷു കണ്ണിൽ എവിടെ നിന്നാണ് ഈ സമഷ്ടി വിരാട് പുരുഷനുണ്ടായിട്ട് അടുത്തതിൽ പറയുന്നത് എന്താ, ഐതരേയോപനിഷത്ത്. ഇപ്പം ഒരു സമഷ്ടി പുരുഷനുണ്ടായി,
ഒരു ദേഹം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓരോന്ന് വന്ന് പ്രവേശിച്ചു. എന്നിട്ടിപ്പം നമ്മുടെ ഈ വ്യഷ്ടിദേഹം ഉണ്ടായി. ആ വ്യഷ്ടിദേഹത്തിൽ സൂര്യൻ കണ്ണിൽ കൂടി നേത്രേന്ദ്രിയമായിട്ട് കണ്ണിൽ പ്രവേശിച്ചു. അതുപോലെ ഓരോന്നിനും ഉണ്ട് ദേവത. ദിക്ദേവതയാണ് ചെവി. ദിക്ദേവത ചെവിയെ പ്രാപിച്ചു. വായു നാസിക ഘ്രാണേന്ദ്രിയം അതിനെ പ്രാപിച്ചു. അങ്ങനെ ഓരോന്നും രസനേന്ദ്രിയം ജലത്തിൻ്റെ. ഇങ്ങനെ ഓരോ ദേവതയും കണ്ണിൽ എന്തുകൊണ്ടാണ് ചത്തുപോകുന്നത്? നമ്മൾ ചത്തുപോകുമ്പോൾ ഒന്നും അനങ്ങുന്നില്ല. എന്തുകൊണ്ടത്? ഈ കണ്ണ് കാണുന്നില്ല. എന്താ കാണാത്തത്? അതിൽ ദേവത അങ്ങ് പോയി. ദേവത പോയി സൂര്യനെ പ്രവേശിച്ചു. അതുപോലെ ചെവി കേൾക്കുന്നില്ല. ചെവിയിലിരിക്കുന്ന ആ ഇന്ദ്രിയം എന്താ ശ്രോത്രേന്ദ്രിയം ദിഗ്ദേവതയെ പ്രാപിച്ചു. അതുപോലെ ഓരോ ഇന്ദ്രിയത്തിലുമുള്ള ദേവത അത് അവിടുന്ന് പോയി അതാത് എവിടുന്ന് വന്നോ, ഏത് ദേവതയിൽ നിന്നാണോ വന്നത് ആ ദേവതയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇത് പിന്നെ കാണത്തില്ല. ശരീരം വെടിയുമ്പോൾ എല്ലാം പ്രാണനിലേക്കുണ്ട്. എല്ലാം ജീവൻ പോകത്തില്ല. അന്ധകരണം സൂക്ഷ്മ ശരീരത്തിൽ ഇതെല്ലാം ലയിക്കും. 16 കലകളുണ്ട്. ഈ പ്രാണസ്വരൂപമാണ് ആകുന്നത്. പ്രാണൻ നശിക്കത്തില്ലല്ലോ. അപ്പം പ്രാണൻ നശിച്ചാലോ പിന്നെ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് പ്രാണനില്ല. പ്രാണന് ഗതിയില്ല. അത് പ്രാണൻ ഒരു സമഷ്ടി പ്രാണൻ എന്ന് പറയുന്നത് ആ മായ അതങ്ങനെ ഈശ്വരോപാധിയിലായിരിക്കുന്നു. ഇവിടെ ബ്രഹ്മഭൂതമായി തീരുകയല്ല, ഈശ്വരഭൂതമല്ലായി. പ്രാണൻ അതുകൊണ്ട് അതാണ് ഈ ബൃഹദാരണ്യവംശത്തിൽ 1.5 എന്ന് പറഞ്ഞു. അവസാനം എന്ന് പറഞ്ഞ് ഓരോന്നിനും തള്ളി ദേവന്മാരുടെ കാര്യം പറഞ്ഞപ്പം ഒന്നും ഒരു ശകലവും. എന്താണ് ഈ ശകലം? അത് പ്രാണൻ. പക്ഷെ അതിനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തള്ളാൻ പറ്റത്തില്ല. ഈ പ്രാണൻ എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് വ്യവഹാരത്തിലിരുന്നുകൊണ്ടില്ല എന്ന് നമുക്ക് പറയാം. എങ്ങനെ നമ്മൾ കാണുമെന്ന് വെച്ചാൽ പ്രാണന്റെ ചലനമാണ് എന്ന് പറയാം. എന്നാലും കാണുന്ന പ്രാപിക്കും. പ്രാണൻ മായയെ പ്രാപിക്കും. എങ്ങും പ്രാപിക്കാനില്ലല്ലോ. മായ അല്ല, ഈശ്വരൻ പോലും ഈ സൃഷ്ടിയിൽ വരുന്നതല്ലോ പ്രാണനാണ്. പ്രാണോപാധീനാണ് ഈശ്വരൻ. അത് നമ്മൾ ഇവിടെ നമസ്തേ വായു, ഞാനൊക്കെ ആദ്യം എന്തോ ഈ നമസ്തേ വായു വായു അല്ല, വായുവിനാണ് സർവസ്വം ഉണ്ടായിരിക്കുന്ന. പ്രാണനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് വ്യവഹാരകാലത്തിൽ ബ്രഹ്മഭൂതമായി കഴിഞ്ഞാൽ ഒരു വിലയുമില്ല. ഇങ്ങോട്ട് നമ്മൾ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കലയാണ്. ഇവിടെ പക്ഷെ ഭാഷത്തില് മറ്റു കലകളും പ്രാണൻ ഉൾപ്പെടെ 16 ഉണ്ട്. 15 പറയുന്നുള്ളൂ. പ്രസിദ്ധ ദേഹാശ്രയ ദക്ഷുരാധികരണസ്ഥ സർവേ പ്രതിദേവതാസു ആദിത്യാദിഷു ഗതാഹ ഭവന്തിത്യർത്ഥ. അപ്പം ആദിത്യനിലാണ് പോയി ലയിക്കുന്നത്, അല്ലാതെ പ്രാണനിലല്ലേ ലയിക്കുന്നത്. ആദിത്യൻ പ്രാണന്റെ ഒരു അവസ്ഥാഭേദം തന്നെ, പക്ഷെ ആദിത്യനിലാണ് ലയിക്കുന്നത്. അവിടെ വ്യത്യാസമുണ്ടല്ലോ, ദേവതയുണ്ടല്ലോ. അതെങ്കിലും ഈ പ്രാണന ഏത് കരയെന്ന് പറഞ്ഞതാണ്? നമുക്ക് പിന്നെ ഒരു അജ്ഞാനിയുടെ ദേഹവിയോഗത്തില് ഇത് വീണ്ടും വരണമല്ലോ. ഇവർക്ക് ഈ അടുത്ത ജന്മം വരുമ്പോൾ അതെല്ലാം ഇതെല്ലാം കൂടെ ഹൃദയത്തിൽ ഒരുമിക്കുമെന്നാണ്. ഒരു ഗോളാകൃതിയിലാക്കിയാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. സൂക്ഷ്മശരീരം ജീവനും. സൂക്ഷ്മശരീരം എന്ന് പറയുന്നതിലുള്ള ചൈതന്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ളത്. അപ്പൊ ഇത് അതാത് ആ അധിഷ്ഠാന ദേവതയിലോട്ട് പോകുന്നില്ല. അധിഷ്ഠാന ദേവതയിൽ ഇപ്പോഴാണ് പോകുന്നത്. അല്ല, അജ്ഞാനിയെ സംബന്ധിച്ചോളം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഹൃദയത്തിൽ കൂടും. ആ ഹൃദയത്തിൽ നിന്നും ഉദാനവായു ഇതിലേക്ക് സംഘാതമായിട്ടാണ് പോകുന്നത്.
അതിനെ കൊണ്ടുപോകുന്നത് ഉദാനമായി അതെ. അത് കൊണ്ടുപോകുന്നു. പിന്നെ കർമ്മമാണ് ഇതിനെ നയിക്കുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. അതെ. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് കർമ്മം ആണ് അതിന് കാരണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ പിന്നെ അജ്ഞാനിയുടെ ഈ സംഘാതം മരിക്കുമ്പം ഈ എല്ലാ കരണങ്ങളും നമ്മുടെ ഈ ശരീരത്തിലെ സ്ഥൂല ശരീരത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരു അംശവും കൂടെ എടുത്തുണ്ടാകുന്നു. അതിനെയാണ് പിന്നെ ഈ വിജ്ഞാനമയൻ എന്ന് പറയുന്ന ജീവൻ ഈ ഇതിൽ നിന്ന് ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ഭാഗങ്ങളുണ്ട്, അതിനെയാണ് പരിഷ്കരിച്ച് അടുത്ത ജന്മത്തിലൊരു ശരീരം കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഘാതം മൊത്തം ഇപ്പം നമ്മൾ ചിലർ പിതൃലോകത്തിലോട്ട് പോകുന്നുണ്ട്, അവർ തിരിച്ച് പഞ്ചാഗ്നി വഴി താഴെ വരുന്നുണ്ട്, തിരിച്ചു വരുമല്ലോ. അപ്പം ആ വരുന്ന ബീജം അതിൽ ഈ സൂക്ഷ്മാംശം മൊത്തം ഈ ജീവൻ മൊത്തം അത് കാണും. ജീവൻ തിരിച്ചു വരുമല്ലോ ഈ മഴയിൽ. നമ്മള് പഞ്ചാഗ്നി അതല്ലേ വരുന്നത് ഈ വിജ്ഞാനമയനും വിജ്ഞാനമയ ആത്മ അതവിടെ ഇരിക്കും. ഈ 16 ഒടുവിൽ നാമമാണല്ലോ പറഞ്ഞു. നമ്മൾ ഉദാഹരണത്തിൽ പറയുന്നു ഈ നാമം മാത്രം അവശേഷിക്കും. നാമം എന്ന് പറഞ്ഞാൽ വളരെ നാമം എന്ന് പറഞ്ഞ ശബ്ദമല്ലേ, വളരെ സൂക്ഷ്മമായ ഒരു ഉപാധി വിശേഷിക്കും. അപ്പൊ ഈ 15 എണ്ണത്തിൽ നാമത്തെ മാറ്റിയിട്ടാണ് ഈ 15 പറഞ്ഞിരിക്കുന്നത്. കാരണം നാമം അവശേഷിക്കുമ്പോൾ അക്ഷരം ഉള്ളതുകൊണ്ട് ഒരു കർമ്മത്തിന്റെ അനുസരിച്ച് നമ്മുടെ പ്രാരബ്ധം എത്രമാത്രം ഇരിക്കുന്നു അതനുസരിച്ച് അതെ. എല്ലാവർക്കും നാമം അവശേഷിക്കുന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനിന്ന് പറഞ്ഞാൽ വിജ്ഞാന സുനിശ്ചിതാത്മാവായില്ല, അവിടെ അല്പം കർമ്മം ബാക്കി കിടക്കും, അപ്പോഴാണ് നാമം അവശേഷിക്കുന്നത്. അല്ലേ അവരെ സംബന്ധിച്ചോളം എന്ത് നാമം നമുക്കല്ലേ ഉള്ളത്. ഇപ്പം നമ്മൾ പറയുന്നു രട്ടമ്പി സ്വാമി എഴുതുന്നു, ഒരു നാമം അവശേഷിച്ചു, അത് നമുക്കല്ലേ ഉള്ളത്, അദ്ദേഹത്തിനല്ലല്ലോ. വൈശ്വദേവനാണ് അതിന്റെ ദേവത അങ്ങനെ അത് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രപഞ്ചം ഉള്ളിടത്തോളം എത്രയും ഒരല്പം കർമ്മം ബാക്കിയുണ്ടെങ്കിൽ ആ ജീവൻ പിന്നെ അങ്ങോട്ട് ഐക്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതായി തീരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ അന്ധകരണത്തിൽ ഒരു ചെറിയ ദൃശ്യം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, അത് അങ്ങനെ ഇരിക്കുമ്പം അതുകൂടെ തീർന്നെങ്കിൽ എല്ലാ ദൃശ്യമേ ഇല്ലാത്ത ഒരവസ്ഥയിലെത്തും. ജ്ഞാനി എന്ന് പറയുമ്പോൾ അത്രയും അവിടെ കർമ്മമുണ്ട്, അത്രയും കർമ്മമുണ്ട് അവിടെ. അപ്പോൾ അവർ നമ്മളെപ്പോലെ ജനിക്കുന്നില്ല, പക്ഷെ അവർ ആ മോക്ഷമാണെങ്കിൽ ഇതുകൂടെ തീരണം. നിർണയിച്ചിട്ടില്ല, അല്പം പ്രാരബ്ധം ബാക്കി ഇരുന്നിട്ടാണല്ലോ നാമം ഉള്ളത്. നാമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രാണൻ ഉണ്ട്. ശരീരം പൊക്കോട്ടെ, നമ്മൾ അന്ധകരണമല്ലേ കൊണ്ടു നടക്കുന്നത്. ഈ ജീവൻ കൊണ്ടൊരു ശരീരത്തിൽ വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. എല്ലാ കലകളും അത് ഈ നാമം മാത്രം ബാക്കിയെന്ന് അത് മുഴുവൻ അല്പം പ്രാരബ്ധം ബാക്കിയുണ്ടേ അത് അനുഭവിച്ചു തീരണ്ടേ. അതുകൂടെ അനുഭവിക്കുമ്പോൾ ആ കലയും പോകും എന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഈ ശരീരം വേണമെന്നില്ല, ഏതാണോ ഏത് അനുഭവമാണോ അതിനനുസരിച്ച് ഒരു ശരീരം അല്ല. ഇപ്പം ജ്ഞാനി വിദ്വാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ടീച്ചർ മുമ്പേ പറഞ്ഞ പോലെ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ആണല്ലോ നാമത്തിന് പ്രസക്തി. അങ്ങനെ ചിന്തിച്ചൂടെ? അല്ല, ഇതിന് നാമം അവശേഷിക്കുന്നത് അങ്ങനെയല്ല. നാമം അവശേഷിക്കുന്നത് അല്പം പ്രാരബ്ധവർക്ക് ബാക്കിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആ ഒരു വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥനായില്ല. അപ്പോൾ ജീവൻ മുക്തനല്ല, മുക്തനായെന്ന് പറയാൻ പറ്റും. ജീവൻ മുക്തനല്ല, ഒരു മുക്തിയും ആ പൂർണ്ണമായ ഒരു അഭേദത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ നാമം ഇരിക്കുന്നത്. നാമം വളരെ സൂക്ഷ്മമായ ഒരു ഉപാധി, പക്ഷേ തപസ്വിയാണ്, അത്ര വലിയ തപസ്വിയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു പ്രാരബ്ധം ഇരിക്കുന്നു. അതിനെ ശരീരം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതിസൂക്ഷ്മമായ ഒരു ആദിവായ ശരീരം എന്നൊക്കെ പറയുന്ന
അതിബാഹ്യ ശരീരം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു അതിസൂക്ഷ്മമായൊരു ഉപാധി. കാണും. ഏതെല്ലാം നമ്മളിപ്പം ഈ ഒരു പ്രാരബ്ധത്തിലിരിക്കുന്ന ആളുകളാണല്ലോ ഈ ശരീരം എടുത്തിരിക്കുന്നത്. ഇത് പുണ്യഭാവ സമ്മിശ്രമായിരിക്കും. ഒരു ഉപാധി ജനിക്കുന്നുണ്ട്, ജനിക്കാന്ന് പറയാൻ പറ്റും, പിന്നെ ജനിക്കത്തില്ല. ഉപാധി ഈ പുണ്യഭാവ സമ്മിശ്രമായിരിക്കുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. പുണ്യം വളരെ കൂടിയിരിക്കുമ്പോൾ ആ ഒരു ചെറിയ തടസ്സം ഇരിക്കുന്നു, ആ തടസ്സം കൂടെ നീങ്ങണം. എന്നാൽ ഞാൻ അതിനെ മനസ്സിലാക്കി. പ്രാരബ്ധം അവസാനിക്കണം. ഈ ശരീരാരംഭകമായ പ്രാരബ്ധം അവസാനിക്കുമ്പോൾ ശരീരം പതിക്കും. പിന്നെ കിടക്കുന്ന പ്രാരബ്ധം നേരത്തെ ഉള്ളതും പിന്നെ അതിനെ പ്രാരബ്ധമാകുമ്പോഴാണ് പിന്നെ ജനിക്കുന്നത്. അത് പ്രാരബ്ധമാകുമ്പോഴാണോ ഈ നാമം അവശേഷിക്കുന്നത്? നാമം മാത്രം അവശേഷിക്കുന്ന അവസ്ഥ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്രയേ ഉള്ളൂ ബാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാമം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്രാണൻ്റെ ഒരു ചെറിയ അംശം അല്ലെങ്കിൽ ചെറിയൊരു അത് ഉണ്ടായിരിക്കും. അതിന് ആ വിജ്ഞാനമയൻ്റെ അത്രയും വിജ്ഞാനം ഉണ്ടായിരിക്കും, അതില്ലാതാവണം. പക്ഷെ പ്രാണാദ്യ 15 കലയും പറയുന്നു. 15 കലയെ പറയുന്നുള്ളൂ. അത് പ്രാണാദ്യ എന്നും പറയുന്നുണ്ട്. പ്രാണാദി കലകളെന്ന് പറയുന്നത് അതിന്റെ സ്വാം പ്രതിഷ്ഠാം ഗതാഹാന്ന് പറയും. പ്രാണയിൽ നിന്നുണ്ടായെന്ന് എടുക്കണമല്ലോ. അല്ലാതെ പ്രാണാദി കലയെ ആ 15 പ്രാണങ്ങൾ 15 പ്രാണങ്ങളിൽ ലയിക്കുന്നു. മറ്റേ പ്രാണൻ എവിടെ ലയിക്കും? ലയിക്കാനൊരു സ്ഥലം ഇടാം. അത് ചിന്തനീയമല്ലേ? അത് നമ്മൾ വ്യവഹാരത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരെണ്ണത്തിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ, അല്ലാതെ അങ്ങനെ വ്യവഹരിക്കുന്നു. അതെ, അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞത്. പിന്നെ പാമ്പൊന്നും പോയില്ല, അതിനാരും ഒന്നുമില്ല, അത് കയറിലോട്ട് പ്രവേശിച്ചില്ല, ഒന്നും ചെയ്തില്ല. ദേവാസ്ത ദേഹാശ്രയാശ്ചക്ഷുരാദികരണസ്ഥാഃ സർവേ പ്രതിദേവതാസു ആദിത്യാദിഷു ഗതാഃ ഭവന്ത്യർത്ഥ. യാനിച മുമുക്ഷുണാ കൃതാനി കർമാണി അപ്രവൃത്തഫലാനി പ്രവൃത്തഫലാനാം ഉപഭോഗേനൈവ ക്ഷീയമാണത്വം. അപ്പോൾ കർമാണി എന്ന് പറഞ്ഞല്ലോ, വിജ്ഞാനമേൻ്റെ കർമ്മങ്ങൾ ജ്ഞാനി ഈ മുമുക്ഷു അല്ലെങ്കിൽ ഈ ജ്ഞാനി ചെയ്ത് കർമ്മങ്ങൾ ആ മുമുക്ഷുവായിട്ട് ഇരുന്നപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുവരെയുള്ള കർമ്മങ്ങൾ, മോക്ഷം കിട്ടുന്നത് ജ്ഞാനം ഉണ്ടാകുന്നത് വരെയുള്ള കർമ്മങ്ങൾ. മോക്ഷണകൃതാനി കർമാണി അപ്രവൃത്തഫലാനി പ്രവൃത്തഫലാനാം ഉപഭോഗേനൈവ ക്ഷീയമാണത്വം. പ്രവൃത്തഫലങ്ങളാണെങ്കിൽ അത് അനുഭവിച്ച് തന്നെ തീരണം. പ്രവർത്തിച്ചു നമ്മളിപ്പോൾ ഒരു പറയുമ്പോൾ കുറേ നാൾ ഇവരൊക്കെ തപസ് ചെയ്തു, ഇന്ന സമയത്ത് അവർക്ക് ജ്ഞാനം ഒക്കെ ഉണ്ടായി നമ്മൾ കാലം വെച്ച് പറയുന്നുണ്ട്. കാലവരിച്ചത് പറയുന്നുണ്ട്. അതുവരെ ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ, അത് അനുഭവിച്ചേ പറ്റുള്ളൂ. പ്രവൃത്ത ഫലാനാം ഉപഭോഗേനൈവ ക്ഷീയമാണത്വം. അപ്പോൾ പ്രവൃത്ത ഫലാനി എന്ന് പറഞ്ഞാൽ ഫലം കൊടുക്കാൻ തുടങ്ങി, അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രകർഷേണ ആരംഭിച്ച കർമ്മങ്ങൾ, ഫലം കൊടുക്കാൻ ആരംഭിച്ച കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഉപഭോഗേനൈവ ക്ഷീയമാണ്. ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യവഹാരത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് കർമ്മങ്ങളാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് യാജ്ഞവൽക്യൻ പറയുന്നുണ്ടല്ലോ, കർമ്മമാണ് ഏറ്റവും നല്ല ശക്തമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ കർമ്മം ഫലം കൊടുക്കാൻ തുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല, ജ്ഞാനം കൊണ്ടും ഇല്ലാതാകുന്നില്ല. പക്ഷേ ജ്ഞാനത്തിന് ഇതൊന്നും രണ്ടും ജ്ഞാനം. ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നു, ഒരു കുളത്തിൽ പ്രതിബിംബം ഉണ്ടായി, അവിടെ പലതും നടക്കുന്നു, ആളുകൾ കുളിക്കുന്നു, പലതും കുളിക്കുന്നു, ചെടി വരുന്നു, ഇതൊന്നുമായിട്ട് ഒരു പ്രശ്നവുമില്ല ഇവിടെ.
സാക്ഷിയായിട്ട് നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഈ ആത്മാവിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ ഈ ജീവിച്ചിരുന്നപ്പോഴാണ് ജീവനാണ് പ്രവർത്തിച്ചത്, വിജ്ഞാനമയനാണ് പ്രവർത്തിച്ചത്. ആ വിജ്ഞാനമയൻ്റെ ഫലം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും അനുഭവിച്ചെന്നുള്ളത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ജ്ഞാനമുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാരബ്ധമില്ല എന്നൊന്നും പറയാൻ പറ്റും. ഫലം കൊടുക്കാൻ തുടങ്ങിയപ്പോഴും അതുകൊണ്ടാണ് ജ്ഞാനികൾ ജീവിച്ചിരിക്കുന്നത്. ജ്ഞാനികൾ വ്യവഹരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാരബ്ധം അനുസരിച്ച് വ്യവഹരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അസംസക്തി ഇത് അഞ്ചാമത്തെ ഭൂമി ഏതാ? പദാർത്ഥാഭാവമില്ല. സത്വസംശുദ്ധി, സത്വസംശുദ്ധി കഴിഞ്ഞിട്ട് അസംസക്തി അല്ലേ? അസംസക്തിയാണ്. പിന്നെ ഈ അഞ്ചാമത്തെ ഭൂമികയിൽ ഇരിക്കുന്ന ജ്ഞാനികളെ കൊണ്ടാണ് മനുഷ്യന് പ്രയോജനം, മറ്റു മനുഷ്യർക്ക് സംസാരികൾക്ക് പ്രയോജനമൊന്നും. കാരണം അവരെല്ലാം എന്തെങ്കിലും ചെയ്യുന്നു, ഇതൊക്കെ എഴുതുകയും എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്നത്. മറ്റേ ഈ അടുത്ത ഭൂമിയിലായാൽ അവർക്ക് ഒരു വ്യവഹാരമില്ല. പിന്നത്തെ ഹത്തുക എന്നുള്ള ഭൂമിയെ കയറി, തുര്യക എന്നുള്ള ഭൂമിയെ കയറി പിന്നെ ഒന്നും തന്നെ പ്രാരബ്ധമാണ് അതല്ലേ പഠിപ്പിക്കാൻ. അത് തന്നെ. അപ്പം അവരുടെ പ്രാരബ്ധം കൊണ്ട് മനുഷ്യന് പ്രയോജനമുള്ള പലതും ചെയ്യും. യാനിജ മുമുക്ഷുണ കൃതാനി കർമാണി അപ്രവർത്ത ഫലാനി. ഫലം കൊടുക്കാൻ തുടങ്ങിയില്ലെങ്കിലും പ്രാരബ്ധമായിട്ട് അല്ല, അത് സഞ്ചിത കർമ്മമായിട്ടേ ഇരിക്കുന്നുള്ളൂ. പ്രാരബ്ധമായിട്ടില്ല എങ്കിൽ വിജ്ഞാനമയശ്ച ആത്മാ അവിദ്യാകൃത ബുദ്ധ്യാദ്യുപാധിം ആത്മത്വേന മത്വ ജലാദിഷു സൂര്യാദി പ്രതിബിംബവത് ഇഹ പ്രവിഷ്ടഃ ദേഹഭേദേഷു. ഈ വിജ്ഞാനമയൻ എങ്ങനെയാണ്? വിജ്ഞാനമയൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനമയശ്ച ആത്മവിദ്യാകൃത ആത്മാവിദ്യാകൃത ബുദ്ധ്യാദി ഉപാധിയും ആത്മത്തേനും മറ്റും. ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനെ അറിയാത്ത, തൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയാത്ത അതുകൊണ്ട് ഈ ബുദ്ധ്യാദി ഉപാധിയെ ആത്മത്വേന മത്വ. ഈ ബുദ്ധി ആണ് തൻ്റെ, അല്ലെങ്കിൽ ബുദ്ധിയാണ്, ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യമാണ് എൻ്റെ സ്വരൂപം, അതാണ് ഞാൻ എന്നിങ്ങനെ ഈ ഉപാധിയോടുകൂടി ഇരിക്കുകയാണ് ഞാനവിടെ. ജ്ഞാനം ഉണ്ടാകുന്നതിന് മുൻപ്. അപ്പം അവിദ്യയോടുകൂടിയിരിക്കുന്ന ഉപാധി ആത്മത്തേനും മത്വ. ഈ ബുദ്ധിയെ തൻ്റെ സ്വരൂപമായി അറിഞ്ഞിട്ട് ജലാദിഷു, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജലാദിഷു സൂര്യാദി പ്രതിബിംബവത്, ജലത്തിൽ സൂര്യനെ കാണുന്നത്. അപ്പോൾ ഇതാണ് സൂര്യൻ എന്നങ്ങ് വിചാരിക്കുക. ഈ പ്രതിബിംബം എന്ന് വിചാരിക്കുക ഞാനാണ് സൂര്യൻ. അതുപോലെയാണ് നമ്മൾ ബുദ്ധിയ ജനാദിഷു സൂര്യാദി പ്രതിബിംബവത് ഇഹ പ്രവിഷ്ടഃ ദേഹഭേദേഷു. ഓരോ ദേഹത്തിലും ഇരിക്കുകയാണ്, ഓരോ ബുദ്ധിയിലും. ഞാനവിടെ ചെന്നപ്പോൾ നമുക്കൊരു വലിയ സംശയമാണ്. ഈ ജീവൻ ബ്രഹ്മമാണെന്ന് പറയുന്നു, ബ്രഹ്മം ഒന്നേ ഉള്ളെന്ന് പറയുന്നു, ജീവൻ അനേകമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ യോജിക്കും? അനേക ബ്രഹ്മം ജീവന്മാർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, സൂര്യൻ പ്രകാശിച്ചിരിക്കും, ഒരു കുളത്തിൽ പൊഴിയുന്നു, ഒരു വലിയ പ്രതിബിംബം. അപ്പം അതിൻ്റെ അകത്തെല്ലാം ചെറിയ ചെറിയ ഓളങ്ങളുണ്ട്. ആ ഓരോ ഓളത്തിലും സൂര്യൻ പ്രതിബിംബം. അപ്പം ആ സൂര്യൻ ഓളത്തിൽ വരുന്ന പ്രതിബിംബം ജീവൻ്റെ സ്ഥാനത്തും, ഈ സമഷ്ടി കൂടെ ഒരു വലിയ പ്രതിബിംബം കാണുന്നത് ഈശ്വരൻ്റെ സ്ഥാനത്ത് കാണണം. അപ്പം ഈശ്വരൻ്റെ അംശം തന്നെയാണ് ജീവൻ. അപ്പം ഈശ്വരനും ജീവനും ഇത് രണ്ടും പ്രതിബിംബം. ആസല സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ഇവിടെ കുളമുണ്ടോ വെള്ളമുണ്ടോ ഒന്നും അതിന് അവിടെ എത്തുന്നില്ല. അങ്ങനെയുള്ള ആ പ്രതിബിംബം. അതുപോലെയാണ് ഇവിടെ സൂര്യാദി പ്രതിബിംബവത് ഇഹ പ്രവിഷ്ടഃ ദേഹഭേദേഷു കർമ്മണാം തൽഫലാർത്ഥത്വാദ്. എന്തിനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്? കർമ്മണാം തൽഫലാർത്ഥത്വാദ്. ഈ ആർക്കാണ് കർമ്മം, ആരാണ് കർമ്മം ചെയ്യുന്നത്, ആർക്കാണ് കർമ്മഫലമുള്ളത്? കർമ്മഫലത്തിന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യുന്നതും ഈ വിജ്ഞാനമയനാണ്, കർമ്മഫലം അനുഭവിക്കുന്നതും വിജ്ഞാനമയൻ തന്നെയാണ്. സഹ തേനൈവ വിജ്ഞാനമയേനാത്മന അതഃ വിജ്ഞാനമയഃ വിജ്ഞാനപ്രായഃ
തേ ഏതേ കർമാണി വിജ്ഞാനമയശ്ച ആത്മാ ഉപാധി അപനയേ സതി പരേ അവ്യേ അനന്തേ അക്ഷേ ബ്രഹ്മണി ആകാശകൻ. ഈ ഉപാധികളെല്ലാം പോയല്ലോ. എന്താ ഉപാധികളെല്ലാം പോയല്ലോ. ഉപാധികളെല്ലാം പോവുക എന്ന് പറഞ്ഞാൽ എന്താ കാരണം? ബുദ്ധിയും ഇല്ലാതായില്ലേ. അപ്പോൾ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ബുദ്ധി ആശ്രയിച്ചിരിക്കുന്ന? വിജ്ഞാനമയനിരിക്കുന്നു. ബുദ്ധി അഭിമാനിയാണല്ലോ. വിജ്ഞാനമയൻ എന്ന് പറയുന്നത് ബുദ്ധിയെ താനെന്ന് അഭിമാനിക്കുക. അപ്പോൾ ആ ബുദ്ധിയെ ഞാനായിട്ട് അറിയുന്ന ആ ചൈതന്യം ബുദ്ധിയില്ലെങ്കിൽ പിന്നെ വിളിക്കുന്നു. അപ്പം ബുദ്ധി ഇവിടെ അപനയിച്ചു. ഇത് അജ്ഞാനമാണെന്ന ബുദ്ധിയെ അപനയിച്ചു കഴിഞ്ഞപ്പോൾ വിജ്ഞാനമയനെന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഇപ്പോൾ കർമ്മണാം തൽഫലാർത്ഥത്വം സഹ തേനൈവ, ആ വിജ്ഞാനമയനോടുകൂടി തേനൈവ വിജ്ഞാനമയേനാത്മന, വിജ്ഞാനമയനായ ആത്മാവെന്ന് പറയുന്ന ജീവൻ. ആ ജീവനോടുകൂടി തേ ഏതേ കർമാണി വിജ്ഞാനമയശ്ച ആത്മ ഉപാധ്യാപനയെ, ആത്മാവിനെ അറിഞ്ഞു. ആത്മാവിന് ഇതെല്ലാം ആത്മാവിന് വെളിപ്പെടാനുള്ള ഉപാധികളായിരുന്നല്ലോ ബുദ്ധി. ഇതെല്ലാം തന്നെ ഇതിനെ ഉപാധികളാണ്. ഇതിൽ കൂടാണ് പ്രപഞ്ചം നടക്കുന്നത്. അതിനുള്ള ഉപാധികളെല്ലാം അപനയനേ സതി, അതിനെല്ലാം അപനയിച്ച് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം സത്യമല്ല എന്ന് നിർണയിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിജ്ഞാനമയശ്ച ആത്മാ തേ കർമാണി വിജ്ഞാനമയശ്ച ആത്മോപാധി അപനയനെ. അപ്പം കർമ്മങ്ങളെ അപനയിച്ചു. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വിജ്ഞാനമയനെ അപനയിച്ചു. കാരണം ബുദ്ധി ഉപാധി ചൈതന്യമാണ് വിജ്ഞാനമയൻ. ബുദ്ധിയെ അപനയിച്ചപ്പം പിന്നെ വിജ്ഞാനമയനില്ല. അപ്പം വിജ്ഞാനമയനായ ആത്മാവും ഇതിൻ്റെ എല്ലാം ഉപാധികളെ അപനയിച്ചു കഴിഞ്ഞപ്പോൾ ഉപാധിയൊന്നുമില്ലാതായി കഴിഞ്ഞപ്പോൾ ആ വിജ്ഞാനമയൻ ആയിരുന്ന വിജ്ഞാനപ്രായ അങ്ങനെ ഒരു ഞാനാണെന്നൊരു ബുദ്ധി ഉണ്ടായിരുന്നു അവിടെ. ആ വിജ്ഞാനമയൻ പരേ അവ്യേ അനന്തേ അക്ഷയേ ബ്രഹ്മണി ആകാശകൽപ്പേ അജേ അജരേ അമൃതേ അപേ പൂർവേ അനപരേ അനന്തരേ അബാഹ്യേ അദ്വയേ ശിവേ ശാന്തേ സർവ ഏകീഭവന്തി അവിശേഷതാം ഗച്ഛന്തി. ഇവിടെ പോയി എല്ലാം അവിശേഷതാം ഗച്ഛന്തി. കാരണം ഈ കുളം പൊട്ടിയപ്പോൾ ആകാശം മാത്രം ഇരുന്ന് മറ്റൊന്നുമില്ല. അതേപോലെ ഇവിടെ ആത്മബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആത്മ മാത്രം വിജ്ഞാനം മാത്രമായി. അപ്പോൾ വിജ്ഞാനമയനില്ലെങ്കിൽ കർമ്മങ്ങളുമില്ല, കർമ്മഫലങ്ങളുമില്ല. അങ്ങനെ ഏതേ കർമാണി വിജ്ഞാനമയശ്ച ആത്മാ ഉപാധ്യപനയ, ഇതെല്ലാം ഉപാധികളെ അപനയിച്ച്. ഉപാധികളൊന്നും ഈ അറിവ് ഓരോ ഉപാധികളിൽ കൂടി വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ? ഉപാധിർനാമം ഉപാധിക്കൊരു ഇതിൽ പ്രവേശിക്കാതെ അതിനെ വേർതിരിച്ച് കാണിക്കുന്നത്, അതാണ് ഉപാധി. ഇപ്പം കറണ്ട് ഈ ബൾബിൽ പ്രവേശിക്കുന്നില്ല, പക്ഷേ കറണ്ട് ഉണ്ടെന്നറിയാം, പ്രകാശനം. അപ്പം അതിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ കൂടി പ്രവർത്തിക്കുക, വസ്തുവിൽ പ്രവേശിക്കാതെ ആ വസ്തുവിനെ വേർതിരിച്ച് കാണിക്കുക, അതാണ് ഉപാധി. അപ്പം ഈ ബ്രഹ്മ അല്ലെങ്കിൽ കേവല വിജ്ഞാനം ഒന്നിലും പ്രവേശിക്കുന്നില്ല, പക്ഷേ വിജ്ഞാനമാണ് എല്ലാത്തിനെയും ഇതാണെന്ന് പ്രകാശിപ്പിച്ച് കാണിക്കുക, നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതാണ് ഉപാധി. ആ ഉപാധി ഉപാധിയൊന്നും ഇല്ലെങ്കിൽ എന്താ? ബൾബില്ലെങ്കിൽ നമുക്ക് വെട്ടം കാണത്തില്ലെന്നേ ഉള്ളൂ, കറണ്ടെങ്ങും പോകുന്നില്ല, കറണ്ട് ഇവിടെ തന്നെയാണ്. അതേപോലെ ഉപാധി ഇല്ലെങ്കിൽ ഉപാധിയിൽ കൂടി പ്രകാശിച്ച ചൈതന്യത്തിന് ഒരു മാറ്റവും വരുന്നില്ല, ഉപാധി ഇല്ലാതാകും. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഉപാധിയാണ്. ആ ഉപാധി മുഴുവനും അദ്വൈത വസ്തുക്കൾ മുഴുവനും ഇല്ലാതാകും, അപനയിക്കപ്പെടും. അങ്ങനെ അപനയിക്കപ്പെട്ട് കഴിയുമ്പോൾ പരേ അവ്യേ എന്നും അർത്ഥം പറയണ്ടല്ലോ. അനന്തേ അക്ഷയേ ബ്രഹ്മണി ആകാശകൽപ്പേ അജേ അജരേ അമൃതേ അഭയേ അപൂർവേ അനപരേ അനന്തരേ അബാഹ്യേ അദ്വയേ ശിവേ ശാന്തേ സർവ ഏകീഭവന്തി അവിശേഷതാം ഗച്ഛന്തി. ഇതൊന്നുമില്ല. പറഞ്ഞാൽ ആകാശത്തിൽ കൂടെ പക്ഷി പോയാൽ എന്താ കാണുന്നത്? അതുപോലെ ഒന്നും അവശേഷിക്കുന്നില്ല, ഒരു പാടും അവശേഷിക്കുന്നില്ല.
സർവേ ഏകീഭവന്തി അവിശേഷതാം ഗച്ഛന്തി ഏകത്വം ആപദ്യന്തെ ജലാദ്യ ആധാരാപനയ ഇവ സൂര്യാദി പ്രതിബിംബാഃ സൂര്യേ ഘടാദ്യപനയെ ഇവ ആകാശേ ഘടാദ്യാകാശഃ ജലാദ്യാധാരാപനയെ ഇവ സൂര്യാദി പ്രതിബിംബഃ സൂര്യൻ ഇങ്ങനെ പ്രതിബിംബിക്കുകയാണ് ഒരു കുടത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ജലത്തിൽ പ്രതിബിംബിക്കുകയാണ്. ജലമില്ലല്ലോ, അവിടെ പ്രതിബിംബില്ല. സൂര്യൻ ഇതിവിടെ പ്രതിബിംബിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ലാതെ എങ്ങനെ ഏകമായിട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അതേപോലെ സൂര്യന് എപ്രകാരം ഈ ജലാശയം അല്ലെങ്കിൽ അത് പ്രതിബിംബിച്ച ആ ഉപാധി ഇല്ലാതാകുമ്പോൾ സൂര്യ പ്രതിബിംബവും ഇല്ലാതാകുന്നു. അതുപോലെ ജലാദ്യ ആധാര അപനയെ ഇവ സൂര്യാദി പ്രതിബിംബ സൂര്യ ഘടാദ്യ അപനയെ ഇവ ആകാശ ഇവ ഘടം ഇല്ലാതാകുമ്പോൾ ഘടാകാശത്തിന് എന്ത് സംഭവിക്കും? അതേപോലെ ഇവ ആകാശേ ഘടാദ്യാകാശ ഘടാദ്യാകാശം ഘടാകാശം പൊട്ടുമ്പം ഘടമായി തീരുന്നത് പോലെ ഈ ബുദ്ധി കൊണ്ട് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ച് ഈ ഉപാധികളെല്ലാം അപനയിച്ച് കഴിയുമ്പോൾ ആ ചൈതന്യം മാത്രമായി അവശേഷിക്കും. അവിടെ വേറൊന്നുമില്ല. അവിടെ പിന്നെ ദ്വൈതമില്ല. അത് ഇങ്ങനെയാണ് അത്യന്ത ശ്രേഷ്ഠവും അവ്യയെ യാതൊരു വ്യയമില്ലാത്തതും നാശമില്ലാത്തതും അനന്തേ ഒരിക്കലും നാശമില്ലാത്തതും അക്ഷയെ ക്ഷയിക്കാത്തതും ബ്രഹ്മണി ആകാശകൽപ്പേ ആ അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ബ്രഹ്മം അങ്ങനെ ഒരു ഉദാഹരണം എന്തെങ്കിലും ഒരു ഏകദേശ ഉദാഹരണം പറഞ്ഞെങ്കിൽ ആകാശമേ ഉള്ളൂ. ആകാശത്തിലൊരു അവയവമോ അങ്ങനെയൊന്നുമില്ലല്ലോ, ഇല്ലാത്തതുകൊണ്ട് ആകാശകൽപ്പേ അജേ ഒരിക്കലും ജനിക്കാത്തതും അജരെ ഒരിക്കലും വൃദ്ധത വരാത്തതും ജീർണത വരാത്തതും അമൃതേ ഒരിക്കലും നശിക്കാത്തതും അഭയേ യാതൊരു ഭയത്തിനും സ്ഥാനമില്ലാത്തതും ദ്വിതീയാദ്വൈ ഭയം എന്നാണ് നമ്മളിതിനകത്ത് പഠിച്ചിട്ടുള്ളത്. ദ്വിതീയാദ്വൈ ഭയം രണ്ടുള്ളപ്പോഴാണ് ഭയം. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു ഭയവുമില്ല. അഭയേ അപൂർവേ അനപരേ അതിന് മുൻപും ഒന്നുമില്ല പിൻപും ഒന്നുമില്ല. അനപരേ അനന്തരേ അതിന് അകത്തും ഒന്നുമില്ല. അബാഹ്യേ അതിനുള്ളിലും പുറത്തും ഒന്നുമില്ല. അദ്വയേ ഏകമായിരിക്കും. ശിവേ അങ്ങനെയുള്ള മംഗളകരമായിരിക്കുന്ന ശിവതത്വത്തിൽ ശാന്തേ സർവ്വേ ഏകീഭവന്തി എല്ലാം ഏകീഭവിക്കുന്നു. നിയന്ത്രണ്ട സർവേ ഏകീഭവന്തി. ഓം യഥാ കലാ പഞ്ചദശ പ്രതിഷ്ഠാ ദേവാശ്ച സർവേ പ്രതിദേവതാസു വിജ്ഞാനമയശ്ച ആത്മാ ഭവന്തി. ഭദ്രം കർണേ വിശൃണുയാമദേവായ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരംഗേ സ്തുഷ്ടുവാം സ്വസ്തനൂർവിശ്വേമദേവഹിതം യദായു. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി ന സാക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതയः. ഓം ശാന്തി ശാന്തി.